കാത്തിടുന്നേ ഞാൻ അറിയാത്തതിനാൽ ശബ്ദം പഠിക്കുക. ശുദ്ധ ശുദ്ധരിൽ അപ്പോൾ സൗന്ദര്യം കൂടി പഠിക്കും. പാടും തന്റെ വരവിൽ ശുദ്ധ ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ ആർത്തുഘോഷിച്ചും ആർത്തുഘോഷിച്ചും ആനന്ദവല്ലഭനെ ആനന്ദവല്ലഭനെ മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം കാഹളധ്വനികൾ കാഹളധ്വനികൾ ഗർജനെ ഉയർത്തിടും തിരുമുഖം കാണാം ഗർജനെ ഉയർത്തിടും തിരുമുഖം കാണാം മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നമുക്ക് മുമ്പേ വാങ്ങിപ്പോയ മരിച്ചുപോയ നമ്മുടെ സകല പ്രിയപ്പെട്ടവരും മണ്ണിൽ ഉറങ്ങുന്നതാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മണ്ണിനെ എന്ന് പറഞ്ഞ് ഉറങ്ങും. നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി നമ്മുടെ മേൽത്തട്ടായിട്ട് മാറും. മനസ്സിലാകുന്നത്? നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി ഈ റൂഫ് പോലെ നമ്മുടെ മേൽത്തട്ടായിട്ട് മാറും. നിങ്ങൾക്ക് വിഷമുണ്ടാകുന്ന വാർത്ത ഞാൻ പറയാം. 10 വർഷം കഴിഞ്ഞ് നമ്മൾ ആരും കാണുന്നില്ല. ചെറിയ പോയിട്ട് പോകത്തിൽ ഇരിക്കുന്നില്ല. പോയ പറ്റും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളും പോകും. പക്ഷേ ഭൂമി പ്രേതന്മാരെ എന്ത് ചെയ്യും? പ്രസവിക്കും. മണ്ണിലുറങ്ങുന്ന അമ്മനെല്ലാ വിശുദ്ധന്മാരും ഉയർത്തി വരും. ഇന്ന പ്രസവം ഒന്നും കേൾക്കാൻ ചോദിച്ച ഇന്ന് എന്തോ കിട്ടുമെന്നുള്ള എന്താ വാരി പിടിക്കാൻ നോക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ എന്ത് തടയാനൊക്കും, ഇവിടെ എന്ത് നേടിയാലും. ഞങ്ങൾ ഈ സുമരിയ പറഞ്ഞല്ലോ, കരിത്താസ് ഹോസ്പിറ്റലിലെ കൊടീശ്വരനായ ഒരു മകന്റെ ഏകം പകൽ ക്യാൻസർ ബാധിച്ച് മരണത്തോട് മരുന്നുമ്പോൾ ഐസിയുവിൽ ഇറങ്ങുന്ന ഡോക്ടർ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഐ ക്യാൻ സ്പെൻഡ് ക്രോർസ് ഓഫ് റുപ്പീസ് ഫോർ മൈ സൺ. കോടിക്കണക്കിന് രൂപ ഞാൻ തരാം എൻ്റെ മകൻ്റെ ജീവനെ തിരിച്ചു തരണം. ഞാൻ ഡോക്ടറെ ചോദിച്ചു, നിന്റെ മകൻ്റെ ജീവനെ തിരിച്ചു തരാൻ ഞാൻ എന്നാ ദൈവമാണോ? അല്പം കഴിഞ്ഞപ്പോൾ ശവശരീരമാണ് ഇറങ്ങി വന്നത്. കോടികൾ കൊടുത്താലും ജീവനെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. എത്ര ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നല്ലേ, മരണത്തോട് മലട്ടോടെ ഇരിക്കുന്നു. പക്ഷേ ജീവിക്കാനൊരു ഭാഗ്യം ദൈവം തന്നെ. ഞാൻ പറയും, ഒരു വർഷം ദൈവത്തിന് ദാനമാണ്, ഒരു ദിവസം ദൈവത്തിന് ദാനമാണ്, ഒരു മണിക്കൂർ, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് എല്ലാം ദൈവത്തിന് ദാനമാണ്. നമ്മുടെ പകുതി കരം ഉയർത്തിപ്പിടിച്ചോണ്ട് അത് മാത്രം പാടാം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം കാഹളധ്വനികൾ കാഹളധ്വനികൾ ജഡജഡ ഉയർത്തിടും തിരുമുഖം കാണാം. ജഡജഡ ഉയർത്തിടും തിരുമുഖം കാണാൻ പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്.
സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. കർത്താവ് ക്രൂസിൽ മറിയുകയാണ്. കർത്താവിനോട് സംസാരിക്കണം. മനുഷ്യന്റെ വാക്കുകൾ കണ്ട് ഞങ്ങൾ തലപ്പിച്ചു പോയി. കർത്താവ് അങ്ങനെ ശബ്ദങ്ങളെ കേൾപ്പിക്കണമേ, ആലോചനകളെ അറിയിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വന്നവന് വളരെ ആകാംക്ഷ വന്നവന് മാത്രമേ ഉള്ളൂ. സമയം വരെ കിടക്കുന്നുണ്ട്, ആരും വന്നിട്ടില്ല. എത്രയോ ജോലി തിരക്കുണ്ട്, എന്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു യോഗത്തെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥിതിക്കകത്താണ് എത്രയോ ദീർഘത്തൊരു യാത്ര ചെയ്താൽ നമ്മൾ വന്നത് അല്ലേ. ഇത്രയും പേരിന് പകരം ഞാൻ വിചാരിച്ചേ ഇല്ല. നിങ്ങൾ വന്നേ, നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. തിരക്കുകൾ തമ്മിൽ വന്നേ. കോവിഡിന് ശേഷം നമ്മുടെ ആളുകൾക്ക് യോഗത്തിന് പോലും മടി വന്നിരിക്കുകയാണ്. എന്നാൽ എനിക്കറിയത്തില്ല, ഈ ഗ്യാതറിങ് ഒരു മടിയായി. പിന്നെന്താ, ഓൺലൈനിലാണ്. ഓൺലൈനിൽ ഇരുന്നാലേ എനിക്ക് മനസ്സിലാകുന്നില്ല എത്രമാത്രമാണ് ഫലമെത്താന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. ആ കോവിഡ് സമയത്ത് ദർശനമൊക്കെ നല്ല ഞങ്ങൾ വീട്ടിലെ സഹായമൊക്കെ പോർഷൻ തുടങ്ങിയത് ആ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ അതിനെ മറ പിടിച്ച ആളുകൾ ഇപ്പം അംഗീകരിക്കുകയൊക്കെ ആയിരിക്കാം. സത്യത്തിൽ നമ്മുടെ ഈ യോഗം തന്നെയാണ് നല്ലതല്ലേ. ഒന്ന് വന്നാൽ ഒന്ന് കൈ അടിച്ചാൽ സ്വതന്ത്രം പറഞ്ഞത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വലിയ ബലമാണ്. കൈ അടിച്ചത് നന്ദി പറഞ്ഞാൽ കടകൾ കഴിഞ്ഞ 5 വർഷക്കാലമായി പൗർഷത്തിൽ കൂടി ഞങ്ങൾ ശുശ്രൂഷിക്കുകയാണ്. കോവിഡ് നിങ്ങൾക്കറിയാം, കോവിഡ് വന്നപ്പോൾ നമ്മുടെ ആരാധനാലയം എല്ലാം അടങ്ങി പോയി. ഒരാഴ്ച ഇരുട്ടായി പോയി. സത്യം പറയാൻ പുറത്തോട്ടുള്ളവരൊക്കത്തില്ല, ഓടിപ്പോകാനൊക്കത്തില്ല, അടങ്ങിപ്പോയി. അപ്പം ഞങ്ങളെ കുറച്ച് പേര് ചിന്തിച്ചു എന്താ ചെയ്യുന്നത്. ഇപ്പോൾ പൗർഷൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ എങ്ങനെ പരിപാടി വെല്ലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. അങ്ങനെ ഇന്നപ്പോഴേ അതിൻ്റെ CEO ടോണി വർഗീസ്, കെ.സി. ജോൺ സാറ്, ആർ. എബ്രഹാം, മാത്യു ചാക്കോ സാറ്, ഷാജിയം പോലെ, അനിഷ് തോമസ്, അതുപോലെ പ്രിൻസ് തോമസ് പാസ്റ്റർ, ബാബു ചെറിയാൻ പാസ്റ്റർ, ഞങ്ങളെല്ലാം ഒരു പെട്ടെന്ന് ലിങ്ക് ആകാൻ കേട്ടോ സഹായിച്ചു. പക്ഷെ എടുക്കാനും വലിയ ബുദ്ധിമുട്ടായി. അപ്പം എടുക്കാൻ നമുക്ക് ചലിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ സ്ഥലം ഒരു കുഗ്രാമമായിട്ട് ഞാൻ വീട്ടിൽ എടുത്തോളാൻ പറയും. അങ്ങനെ വീട്ടിലോട്ട് അവർ സാധനമായിട്ട് വന്ന് ആദ്യത്തെ എപ്പിസോഡ് വീട്ടിലെടുത്തത്. ഞങ്ങളൊരു മേശം പിടിച്ചിട്ട് സ്റ്റേജാക്കി. ഞാൻ ആ സംഘത്തിലുമായിട്ട് പ്രസംഗിച്ചു, വീണ പ്രാർത്ഥിച്ചു. ഞാൻ മോൻ ടിവിയിൽ പഠിച്ചിറങ്ങിയത് അവൻ ഓർമ്മ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രസംഗം കൊണ്ട് അതാത് സ്ഥലത്ത് പോയി എടുത്തിട്ട് ഇത് ലിങ്ക് ചെയ്യും. ആദ്യത്തെ വീട്ടിലെ സഹായം നമ്മുടെ ടെലികാസ്റ്റ് ചെയ്തു. അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ 5 മനുഷ്യരിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ റെസ്പോണ്ട് ചെയ്തു. അത് പെന്തിക്കോസ്തുകാർ മാത്രമല്ല, നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ. ഞങ്ങളെ തന്നെ അന്തം വിട്ടുപോയി. ഭയങ്കര അഭിനന്ദന പ്രവാഹവും എന്തോ അത് പറഞ്ഞു കഴിക്കുന്നില്ല, ഭയങ്കര റെസ്പോൺസാണ്. അത് കഴിഞ്ഞപ്പോഴേ ഒരാഴ്ചത്തേക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഒന്നുകൂടെ ഒരാഴ്ച മുമ്പോട്ട് പോയപ്പോൾ 2ാമത്തെ ആഴ്ചയും വീട്ടിൽ തന്നെ എടുത്തു. 3ാമത്തെ ആഴ്ച 2ാമത്തെ ആ പ്രാവശ്യത്തെ വിട്ടപ്പോഴത്തേക്കും അതിനേക്കാൾ ഭയങ്കര വസീകരണമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ 2 ആഴ്ച മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ച് വീട്ടിലെ സഹായം ജോലി നോക്കിയിട്ടുണ്ട്. പരിപാടി മുമ്പോട്ട് പോയി. അപ്പോൾ നമ്മുടെ വെള്ളിക്കുളത്തെ സ്റ്റുഡിയോ അടങ്ങി നടക്കുമായിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പുകൾ വരാൻ തുടങ്ങി. വെള്ളിക്കുളത്തെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. ഞങ്ങൾക്ക് പോകാനായിട്ട് ഈ മീഡിയയുടെ ബാറ്റ് ഉണ്ടായിരുന്നുകൊണ്ട്, സ്റ്റിക്കർ ഉണ്ടായിരുന്നുകൊണ്ട് വണ്ടി ഓടാനായിട്ട് പോലീസ് അനുവാദം തന്നു. ചുരുക്കി പറഞ്ഞാൽ പെയ്യെ വെള്ളിക്കുളത്തോട്ട് പോയി പരിപാടി അവർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 5 വർഷമായിട്ട് ഇപ്പോൾ 300ാമത്തെ സഹായത്തോട് അടുക്കുകയാണ് വീട്ടിലെ സഹായം. സത്യം പറഞ്ഞാൽ പെന്തിക്കോസ്തുകാർക്ക് വേണ്ടിയുള്ളതല്ല, ഇത് കർത്താവിന്റെ സ്തോത്രം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇന്നലെ വീട്ടിലും ഒരു അമ്മ കടന്നു വന്നു. അമ്മാമ്മ വീട്ടിലെ സഹായം നിരന്തരമായി കാണുന്ന അമ്മാമയാണ്. ഇന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. 83 വയസ്സുണ്ട്. അമ്മാമ്മ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു സ്നാനപ്പെടണമെന്ന്. അമ്മാമ്മയ്ക്ക് ഇവിടെ സ്നാനപ്പെടണമെന്ന് അറിയത്തില്ല. ഏതായാലും അമേരിക്ക വന്ന് 1 മാസം മുമ്പ് സ്നാനപ്പെടാൻ കർത്താവ് സഹായിച്ചു. ഇന്നലെ കൂടുതൽ കവർ കൊണ്ട് തന്ന പൗരുഷന് അമ്മച്ചി ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. കോഴിക്കോട് വിശ്വസിയാണ്. അങ്ങനെ ഒന്നല്ല, 100 കണക്കിന് ആളുകൾ കർത്താവിനെ കാണുവാനായിട്ട് ഭാഗ്യമുണ്ടായി. ഞങ്ങളെ ശുശ്രൂഷയിലാണ്. ഞങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പൗരുഷനെ സഹായിക്കണം. പൗരുഷനെ ഒരു വലിയ മിനിസ്ട്രിയാണ്. എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരുടെ സുവിശേഷം എത്തിക്കുക. നമ്മുടെ വീട്ടിൽ ചേർന്ന് അവരുടെ സുവിശേഷം പറഞ്ഞെങ്കിൽ കോഴിക്ക് അകത്ത് കയറണം, അവരെ അനുവദിക്കണം. എന്നാലും നമുക്ക് എല്ലാം പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അഭിപ്രായം നമ്മളെ ഒരു കോഴിയും പോലും അവർത്തല്ല, അവരവർത്തേക്ക് പോയി. അവർ TV ഓണാക്കുമ്പോൾ അവരോട് ദൈവം എന്ത് ചെയ്യുക, സംസാരിക്കുകയാണ്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. തിരുവല്ല കാര്യമൊക്കെ പിന്നെ പറഞ്ഞതുകൊണ്ട്
ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വാചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്നലെ വായിച്ച ആ ഭാഗം തന്നെയാണ് വായിക്കുന്നത്. എല്ലാവരും എടുക്കുന്നതാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വളരെ സിമ്പിളായ കാര്യം പറഞ്ഞു. ഗൗരവമായ കാര്യമൊന്നും ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഗൗരവമായ കാര്യങ്ങൾ സംഭവങ്ങൾ, ധാന്യപ്പള്ളി, വെളിപ്പാട് പുസ്തകം, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് അവിടെ പോകണ്ടായോ, അവിടെ ചെല്ലണ്ടായോ? ചെല്ലാനുള്ള കാര്യം ഇവിടെ നമ്മൾ നോക്കണം. എഴുന്നേറ്റ് വെച്ച് മഹോദരത്തിൽ കൂടെ സഭ കടന്നു പോകുന്നു. അപ്പം മറ്റേ ആൾ പറഞ്ഞു ഇവിടുത്തെ ഉപദ്രവം കഴിഞ്ഞിട്ട് വേണമല്ലോ മഹോദരത്തിൽ ചെല്ലാൻ. അപ്പം ഇവിടുത്തെ ഉപദ്രവം കഴിഞ്ഞാൽ ഒന്ന് രക്ഷപ്പെട്ട് അവിടെ ചെല്ലാൻ വേണ്ടി പരിപാടി നമ്മൾ നോക്കേണ്ടത്. അല്ലെ ചുപ്പിട്ട് പാസ്റ്റ് അങ്ങനെയുള്ള. അപ്പം അത് ഇവിടെ ഒന്ന് രക്ഷപ്പെട്ട് കയറണം. എങ്ങനെയാലും അവിടെ കയറണം അല്ലേ? 10 പേരാണ് ഒരുപോലെ അച്ഛൻ ഒരുങ്ങിയിരുന്നത്. പക്ഷെ 5 പേര് ഒന്നും നിങ്ങൾ ലൈവായിട്ട് വന്നിരുന്നേ. നിങ്ങൾ നിന്നാലേ എനിക്ക് നിങ്ങൾ പറയാനുള്ളതുള്ളൂ. ഇത് ഉൾയോഗമാണ്. 10 പേരാണ് ഒരുപോലെ ഒരുങ്ങിയിരുന്നത്. പക്ഷെ എത്ര പേരെ കാര്യമുള്ളൂ? 5 പേരെ കാര്യമുള്ളൂ. നേരെ പോയി 2 പേരൊരു കണക്കിൽ കടന്നു. ഒരുത്തരം ചെയ്തു ഒരുത്തരെടുക്കപ്പെട്ടു, മറ്റൊരു കൈവിടപ്പെട്ടു പോയി. അപ്പൊ എപ്പോഴും എല്ലാവരും പോകുന്നതായും വിചാരിക്കണ്ട. ഒരുങ്ങിയിരിക്കുന്നൊരു മറുപാടോട് അകത്തേക്ക് ആ ഒരുങ്ങിയിരിക്കുന്നതിനകത്താകാൻ ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കഥാന്റെ വരവൊന്നും നടക്കത്തില്ലെന്ന് പറയുന്ന ആളുകൾ ഞാനോട് പറയുന്ന കാര്യമുണ്ട്. ഒരിക്കലും പറഞ്ഞല്ലോ ഈ മണ്ണിലോട്ട് കുടിച്ചിട്ട് അവിടെ അങ്ങ് വരുമോ? ആര് പറഞ്ഞു വരുമെന്ന്? അപ്പം ആ മനുഷ്യൻ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞു, ഒരു അല്പ സയന്റിസ്റ്റൂടെ അതേ പറഞ്ഞു. ഞാൻ കുറച്ച് കാര്യം പറയാം. ഇന്നത്തെ കുറച്ചു ഇരുമ്പ് പൊടി, കുറച്ച് ആണി, പിന്നെ ഇരുമ്പിന്റെ കുറച്ച് തരികളുമില്ല അവിടെ ഈ മനുഷ്യൻ കൊടുത്തു വെച്ചു. വതറാൻ പറഞ്ഞു. അവനോട് ബദറി അവനോട് തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. തിരിച്ചെടുത്തിട്ട് വരാൻ പറഞ്ഞു. തിരിച്ചെടുത്തിട്ട് വരാൻ അത് ബദറിപ്പോയി, മണ്ണിപ്പോയി, തിരിച്ചെടുത്തിരുന്നു. അവിടെ ഈ മനുഷ്യൻ ഞാൻ തിരിച്ചു പിടിക്കാം. അതെങ്ങനെ കണ്ടോളാൻ പറഞ്ഞു. ഹൈ പവർ ഉള്ളൊരു മാഗ്നറ്റ് ഈ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പവറുള്ള മാഗ്നറ്റ് മണ്ണിലോട്ട് ഓടിച്ചപ്പോൾ മണ്ണി ചതുരിക്കിടന്ന ഈ മണത്തരികളിൽ ചാടി വന്ന് കാലത്തെ പിടിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, കണ്ടോ, ഒരു മണൽത്തരിയെ ചാടി പിടിപ്പിക്കാൻ കാലത്തിന് കഴിയുമെങ്കിൽ, മണ്ണി ചിതറിപ്പോയതിനെ തിരിച്ചെത്തിക്കാൻ കഴിയുമെങ്കിൽ, സ്വർഗീയ കാന്തമായ നമ്മുടെ കർത്താവ് ആകാശമേഖലത്തിൽ വരുമ്പോൾ നമ്മൾ എവിടെ മണ്ണിൽ അടക്കപ്പെട്ടാലും അവിടുന്ന് ചാടിയ കാന്തത്തെ പിടിക്കുമെന്ന് ഉറപ്പുള്ളവർ കരമൂട്ടിൽ സ്വന്തം പറഞ്ഞാട്ടെ. അവൻ ഇവിടെ മണ്ണിൽ ലേച്ചു ചാടും. നമ്മൾ തിരിച്ചു വരുമോ വെച്ചാൽ തിരിച്ചു വരും. ആ ഒരു പ്രത്യാസം മനസ്സിൽ ഒരിക്കലും പോകരുത് കേട്ടോ. അപ്പൊ എന്റെ ബെഡ്ഷീറ്റൊക്കെ മടങ്ങി വരികയാണ്. നിങ്ങൾ വളരെ ശാന്തമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ്. സാധാരണ പറഞ്ഞല്ലോ, സാധാരണക്കാരെ അസാധാരണമായി ഉപയോഗിക്കുന്ന ദൈവം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അനന്തമായ സാധ്യതകൾ. ഇവിടെ പ്രാർത്ഥനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു, സാധാരണക്കാരനായ ഏലിയാവ് ആഹാബിന്റെ മുമ്പിൽ കൈ ചൂണ്ടി അവൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു? സംഭവിച്ചു. അവൻ ചെയ്ത ആ പറയുന്നത് ചെയ്തതുമെല്ലാം ഏലിയാവ് പ്രാർത്ഥന കൊണ്ട് നേടിയതാണ്. അവൻ പറഞ്ഞു കേട്ടോ, മഴ പെയ്യാതിരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പിന്നെന്ത് ചെയ്തു? മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യനാണ് ഉറപ്പോണം. നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അവന്റെ അടുത്ത് തീ കത്തിയപ്പോൾ അവന് പ്രാർത്ഥിക്കാൻ തോന്നി. വേദശാസ്ത്രം 14 വർഷത്തോളം പ്രാർത്ഥിക്കുന്ന വേദശാസ്ത്രം ഇന്നലെ തോന്നി പേക്കലാൻ പറഞ്ഞിട്ട് പിറ്റേഴ്സിന് അവരുമെന്ന് പറഞ്ഞതല്ല. ഏകദേശം 14 വർഷത്തോളം ആഹാബ് രാജാവിനെതിരെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പറയാനുള്ള ത്രാണിയില്ല. പക്ഷെ പ്രാർത്ഥന വഴി പ്രാർത്ഥിച്ച് ഒരു ദിവസം ദൈവം ധൈര്യം കൊടുത്തു.
ഒറ്റ ദിവസം കൊണ്ടുള്ള നിനക്ക് ധൈര്യം കിട്ടുന്നത് നാളുകളായ പ്രാർത്ഥന നിന്റെ ധൈര്യത്തിലേക്ക് നയിക്കും. കൈകെട്ട് ലോകമയാണെന്ന് ഇത് ഏരിയാവിന് കഥ പറയാൻ വന്നതല്ല, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത. എന്തിനാ ദൂരെ നിന്നൊക്കെ വ്യഭിച്ചാലും അച്ഛനോട് വന്ന എന്തിനാണെന്നറിയാമോ? അവിടെ പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, ഈ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തി പ്രാപിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയ പ്രാർത്ഥനയല്ല, 20 വർഷമായി നടക്കുന്ന പ്രാർത്ഥനയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മോൻ്റെ ഗ്രാജുവേഷൻ ഡോക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാജുവേഷൻ ഞങ്ങൾ വന്ന കാര്യമല്ല, ആസ്പറിയിലായിരുന്നു അതിന് ഗ്രാജുവേഷൻ. അപ്പോൾ ആ കോമ്പൗണ്ടിൽ ചെന്നപ്പോൾ ഉണർവുണ്ടായ ആ ഹോള് അവിടെ പോയി കാണാനായിട്ട് ഇടയായിട്ട് പ്രിയമുള്ളവരെ കേട്ടോടെ, ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. അവിടെ കുറച്ച് ചെറുപ്പക്കാരായ പിള്ളേരെ, 10 പിള്ളേരെ കൊച്ചു ഹോളിൻ്റെ അകത്ത്, ഒരു വലിയ ഹോളിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ ഇരുന്നതാണ്. അത് നിർത്താനൊക്കാത്ത പ്രാർത്ഥനയായിട്ട് മാറി. പെട്ടെന്ന് അതിനകം നിറച്ച ആൾക്കാർ ഓടിക്കൂടാൻ തുടങ്ങി. ചുരുക്കി അത് കണ്ടൊക്കെ പറയുന്നത് കൊച്ചു ഗ്രാമമാണ്. പക്ഷേ അവിടെ ആളുകൾ വന്നിട്ട് രാത്രി 11 മണിക്കും 12 മണിക്കും ഹോളിൽ കയറാണ്ട് ക്യൂ നിൽക്കാൻ തുടങ്ങി. അവരെ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ അവിടെ എത്താൻ തുടങ്ങി. ആ കൊച്ചു ഗ്രാമം ബ്ലോക്കായി പോയി. പോലീസ് വന്ന് നോക്കിയിട്ട് പോലും അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവസാനം പോലീസ് വന്ന് പറഞ്ഞു, ഈ അങ്ങനെ നിന്നു പോയത്, കാരണം അതുപോലെ ബ്ലോക്കായി പോയി. നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു ലെവലിൽ ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ നടക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കൈയടിച്ച് സ്വന്തം പറഞ്ഞോളാം. നിങ്ങളുടെ പ്രയത്നത്തിൽ നടക്കുന്ന പ്രാർത്ഥന, ലോക രാജ്യങ്ങൾക്കുള്ള പ്രാർത്ഥന, ആമേൻ, ഈ ഹോളിൽ നടക്കുന്ന പ്രാർത്ഥന ഉറവായിട്ട് മാറുന്ന ദൈവങ്ങളെ. ഒരു പാട്ട് പാടി 3ാമത്തെ സ്റ്റാൻസ് എടുത്തു പാടി 3 കൈകൊട്ടുന്ന അല്ല ഉണർവ്. അമ്മേ 2 അന്യഭാഷ പറയുന്നല്ല ഉണർവ്, നിന്ന് കത്തുന്ന ഉണർവാണ്. ആമേൻ, നിന്ന് കത്തുന്നുണ്ട്. നാട്ടിലെ നമുക്ക് കച്ചിത്തൂർ ഒന്ന് കണ്ട് കുറച്ച് കുറച്ചുണ്ടോ പശുണ്ടോ അതിന്റെ മറന്നു നിങ്ങൾ. എനിക്കിട്ട് ഗായക സംഗീതം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മോനും എൻ്റെ ദൈവമേ എന്നെ നല്ല പാട്ടാണെന്നറിയാമോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാട്ട് ഇഷ്ടം നമ്മൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നു എനിക്കറിയത്തില്ല. ആ കുഞ്ഞിവിടെ വളർന്നു നിന്നൊരു കുഞ്ഞ് ഞാൻ ചോദിച്ചവരോട് ബാത്റൂമിൽ കണ്ടില്ല. കുഞ്ഞ് നീ എങ്ങനെ പാടുന്നത്? എൻ്റെ പപ്പയായിരുന്നു. കാരണം വെട്ടി മലയാളമേ സംസാരിക്കത്തുള്ളൂ, മലയാളത്തിൽ പാടാൻ എന്നെ പ്രേരിപ്പിച്ചു. ആ സിസ്റ്റർ അങ്ങനെ തന്നെയാണ്. ദൈവങ്ങളെ നമ്മുടെ പാട്ടിനകത്തൊക്കെ വലിയ വീര്യമുണ്ട്. നമ്മുടെ സ്ഥലവും നാടും ഒന്നും നമ്മൾ മറക്കല്ലേ. ഇവിടെ വന്നത് കാര്യമാണ്, പക്ഷെ ദൈവം എന്നെ കൊണ്ടുവന്നത് 430 വർഷം ഇസ്രായേൽ മക്കൾ ആമേൻ മിസ്രയീമിൽ പാർത്തെങ്കിലും അവർക്കൊരു വിടുതൽ ദൈവം കൊടുത്തതാ അല്ലേ. അവൻ 430 വർഷം കഴിഞ്ഞാച്ച അവരെ ദൈവം പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നത്. ആമേൻ കനാനിൽ കൊണ്ടുവന്നപ്പോൾ ആമേൻ കനാനോട് യാത്ര ചെയ്യുന്ന കാര്യമുണ്ട്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയച്ചു. അപ്പം 430 വർഷം ആരാധന ഇല്ലായിരുന്നു. കെട്ടപ്പെട്ടു പോയി, നാവ് ബന്ധിച്ചു, കൈ ബന്ധിച്ചു. ആമേൻ അവരെ ജോലിയിൽ അവരെ കെട്ടപ്പെട്ടു പോയി. ഫറവോന് ഇവിടുത്തെ ചേർത്ത് ഞാൻ പറയാണ്, ഒന്ന് തോന്നല്ലേ, ഫറവോൻ പണിയെടുപ്പിക്കുന്ന പോലെ നമ്മളെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇതിന്റെ നടുവിൽ ഒരു വിടുതൽ നമുക്കുണ്ട്. അത് ആത്മാവിന്റെ വിടുതലാണ്, അത് അഭിഷേകത്തിന്റെ വിടുതലാണ്, അതാണ് വിടുതൽ. ആമേൻ, സ്വന്തം പറഞ്ഞാട്ടെ. ആമേൻ, അവർക്ക് സ്വന്തം പറഞ്ഞാട്ടെ. കൈ അടിച്ച സ്വന്തം. ഇത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ. ഇങ്ങനെ ആരാധിക്കാൻ കൊതിയുള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാത്തവർ ആരും വന്നില്ല. ഒറ്റ പിള്ളേർ വന്നിട്ടില്ലല്ലോ. അവർക്ക് വേറെ മീറ്റിംഗ് ആണ്. ഇത് നമ്മുടെ യോഗം, നമ്മുടെ നാട്ടിലെ ഒരു ഉപവാസ പദ്ധതി കാര്യാൽ മതി. അങ്ങനെയൊക്കെ നമുക്കൊക്കെ സന്തോഷിക്കണം, നമുക്ക് എൻജോയ് ചെയ്യണം. ആമേൻ. ഞാൻ ഈ എറണാകുളം YMCAയിൽ ആമേൻ ഒരു യോഗത്തിന് ക്ലാസ് എടുക്കാൻ പോയി, ബൈബിൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പം അവിടെ ചെന്നപ്പോഴേ 13-200 പേരുണ്ട്. അവിടെ ഞായറാഴ്ച വൈകിട്ട് എപ്പോഴൊക്കെ ക്ഷണിച്ചു പോകുന്ന അവിടെ സഭ നടത്തുന്ന. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വേപ്പോട്ടും താപ്പോട്ടും ഭയങ്കര ചാട്ടം. ഞാൻ തോന്നുന്നത് അവൻ്റെ തറയിൽ ഭാര്യയിടിക്കുമെന്ന്, അതുപോലെ ചാടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നി ഭൂതമോ അല്ലെങ്കിൽ ആത്മാവോ, രണ്ടിലും ഒന്നായി അങ്ങ് ചാടത്തുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ മുഖത്തൊക്കെ മനസ്സിലായി ഭൂതമല്ല ആത്മാവാണെന്ന്.
യോഗം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആരാധിക്കുന്നവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യും. അപ്പൊ യോഗം കഴിഞ്ഞ് അവരത് കാണാൻ വിചാരിച്ചിരുന്നപ്പോൾ കറക്റ്റ് അവനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചോദിച്ചിരുന്നു, എല്ലാവരും ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് ഇരുന്നപ്പോൾ നീ എന്നെ ഞങ്ങൾ തുള്ളാൻ കാര്യം? അപ്പോൾ ഞാൻ പറയാം, എൻ്റെ മാസ്റ്ററെ ഞാൻ വാടക കൊണ്ടേയായിരുന്നു. ഒരുത്തന്നെ ഞാൻ ആമേൻ കൊന്നതിൻ്റെ പേരിൽ എന്നെ ജയിലിലിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴേ പാസ്റ്റർമാർ വന്ന് ബൈബിൾ വന്നിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഞാൻ ജയിലിൽ വെച്ച് യേശുവിനെ കണ്ട ഭാഗ്യമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, യേശു സാക്ഷ്യത്തിനാ ദൈവമാണെങ്കിൽ എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് എന്നെ പുറത്തിറക്കുകയാണെങ്കിൽ ഞാൻ യേശുവിനെ ജീവിക്കുന്ന തീരുമാനമെടുത്തു. പാസ്റ്റർ വളരെ അത്ഭുതമായി എനിക്ക് ആ ജയിലിൽ പുറത്ത് വരാൻ ദൈവം സഹായിച്ചു. നിയമങ്ങളൊക്കെ എനിക്ക് മാറ്റി എഴുതി ഞാനിപ്പോൾ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എനിക്ക് ജോലിയാണ്. പിന്നെ ഞായറാഴ്ച ഒറ്റ ദിവസമുള്ള എനിക്ക് ആരാധിക്കാനായിട്ട്. ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണ് പറയാം, ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണ്. എന്നിട്ട് അവൻ പറയാണ്, നമ്മുടെ ഭാഷയിൽ പറയാം, ഞാൻ ഞായറാഴ്ച ആഘോഷിക്കുക മാസ്റ്റർ. അവൻ പറയാം, എന്നിട്ട് പറയാം, ഇതെൻ്റെ 4ാമത്തെ സമാഗമമാണ്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാ. അവൻ ഇത് 5 മണിക്ക് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്. അവൻ 3 സമയങ്ങളിൽ 4ാമത്തിൽ വന്നിരിക്കുക. പാസ്റ്റർ എനിക്ക് ആ കോളി വന്നാൽ പിന്നെ അടങ്ങി നിൽക്കാനൊക്കത്തില്ല, എൻ്റെ കാല് നിലത്ത് തൊടാനൊക്കത്തില്ല, അത്രമാത്രം ആവശ്യകമായ ദൈവമാണ്. അവൻ ആദ്യ അടച്ച് നിൽക്കവൻ ആദ്യ കൈ കാണിച്ചോളാൻ സാധനമാണ്. ആദ്യ അടച്ച് നിൽക്കവൻ ആദ്യ സന്തോഷിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും ഡോക്ടർമാർ പറഞ്ഞാൽ ഓടും ചാടും എക്സസൈസ് ചെയ്യും. വെളുപ്പിന് 5:30 പോകുന്നു. 84 മണിക്ക് നിൽക്കുന്ന അറിയാമോ? ഭയങ്കര പരിപാടിയാണ്. വീട്ടിൽ കൂടെ താമസിച്ച പരിപാടിയാക്കിയിട്ടുള്ളൂ. ഞാൻ വെച്ചതിന് മുമ്പിൽ ഒന്നുമില്ല. അമ്മേ അപ്പൊ ഡോക്ടർമാർ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ചെയ്യും. പക്ഷെ കൈ അടിക്കാൻ നമ്മൾ ചെയ്തില്ല. വെച്ചെന്റെ കൈയുടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കൈ അടിക്കാൻ പിന്നെ കൈ അടിക്കത്തില്ല. അതുകൊണ്ട് പഠിച്ചിട്ടില്ല. വിചാരം മൊത്തത്തിൽ പറയാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. ദൈവങ്ങളെ നമ്മൾ ദിവസം വരുമ്പോഴേ ഞങ്ങളുടെ ഒരു അച്ചാറുണ്ട്. അച്ചാൻ എന്ത് കൈ അടിക്കുക, കൈ കെട്ടി യോജിപ്പിക്കത്തുള്ളൂ. അപ്പൊ ഒരു ഞായറാഴ്ച ഞാൻ നോക്കി കൈ അടിക്കുന്നവർക്ക് ദേഷ്യം വിളിക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ അച്ചാൻ ശരിക്കും ആര് കൈ അടിക്കുന്നു. ഞാൻ ചെന്ന അച്ഛൻ കൈ അടിക്കുന്നത് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്, ആയുർവേദ വൈദ്യുതി. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ച കുറവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആര് കൈ അടിച്ചാൽ കണ്ണിന്റെ ഞരമ്പ് നേരെയാണ്. എന്നാ പരിപാടിയാ? അപ്പൊ അച്ഛൻ കൈ അടിച്ചു തുടങ്ങി. കണ്ണും കാലും നേരെയാണെങ്കിൽ കൈ അടിച്ചോളാം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഡോക്ടറെ പറഞ്ഞു ചെയ്യാനിരിക്കല്ലേ, ശരിക്കൊക്കെ കൈ അടിച്ചത്, ശരിക്കൊക്കെ കൈ അടിച്ചത് പറഞ്ഞു. ആ ശക്തിയൊക്കെ കൈ അടിച്ചു, കുഴപ്പമില്ല. എന്നാൽ നേരത്തെ നോർമലാണ്. ആവശ്യമുള്ള ശക്തിയൊക്കെ യാതൊരുമില്ല. അതുകൊണ്ട് യാതൊരുമില്ലേ അത് ശക്തിയോട് ദൈവത്തെ നാളെ കഴിയുമ്പോൾ തെറ്റുകൾ പൊട്ടും. ദൈവശക്തി യാതൊരു കാലം നൽകുന്നതാണ് ഞാൻ കേട്ടത്. ഒരു കാലം ഞാൻ പ്രസംഗിക്കുന്നത് രാവിലെ ഒരു തിരുവല്ല സഭ കഴിഞ്ഞ ഒരു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ. ഭയങ്കര വണ്ടി ഓടിച്ച് ചിലപ്പോൾ 12 മണിയാകും. പിന്നെ അവിടെ വീട്ടിൽ വരുമ്പോൾ 2 മണിയാകും. പക്ഷേ കടയിലെ പരിപാടിയാണ്. ഇന്ന് വരെ ദൈവം വരുന്നായി. പ്രായം ഞാൻ പറയത്തില്ല, വന്ന് രഹസ്യമായി ചോദിച്ചാൽ പറയാം. പരിസരത്തൊന്നും പറയത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് എന്താണോ ബലഹീനത ഉള്ളത്, ആ ബലഹീനതയെ കവർ ചെയ്യുന്നൊരു അഭിഷേകമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാനിത് പറയാൻ പറഞ്ഞ മോശയുടെ കാര്യമാണ്. ഏതൊരു കാര്യം ഇന്നലെ പറഞ്ഞു. മോശം നേടിയതെല്ലാം പ്രാർത്ഥന ഉണ്ടാകും. യെസ്, മനസ്സിലായോ? മോശം നേടിയതെല്ലാം പ്രാർത്ഥന ഉണ്ടാകും. 40 വർഷം അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ, 40 വർഷം അമ്മായിപ്പൻ്റെ ആടിനെ മേയിക്കാൻ, അടുത്ത 40 വർഷമാണ് ഇസ്രായേൽ മക്കളെ മേയിക്കാനായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുത്തത്. അവൻ ആളുകൾ പറഞ്ഞ ചർച്ച മനസ്സിലാക്കില്ല. അവൻ ആളുകൾ പറഞ്ഞ് പറഞ്ഞപ്പോൾ ദൈവം എന്നെ വിളിച്ചിട്ട് അവൻ പറയാ, എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ തടിച്ച നാവ് ഉള്ളവനാണ്. ഇവിടെ ദൈവം പറയുന്നറിയാമോ? മോശേ, ഊമനെ ചെകടിനെ നിർമ്മിച്ചാരാ പറഞ്ഞേ? നമ്മുടെ പ്രശ്നം അറിയോ? നമ്മുടെ പിറകിൽ നമുക്ക് എന്താണ് സാധനം?
എന്താ പറഞ്ഞ കണ്ണിനൊരു കാഴ്ചയില്ല, എങ്ങനെ ഒരു ചെവിക്കുന്നതിന് കഴിയില്ല. ഇതൊക്കെ നമുക്ക് എന്താണ് ഇല്ലായ്ക, അതാണ് നമ്മള് കൂടുതൽ പറയുന്നത്. എന്നാൽ ഇന്ന് പകൽ ഞാനൊന്ന് പറയാം, നിങ്ങളുടെ എന്താണ് ബലഹീനത അതിനെ കവർ ചെയ്യുന്ന അഭിഷേകം ദൈവം തരികയാണ്. ഇത് പറയാണ്, ഊമനെ ചെവിനെ നിർമ്മിച്ചത് ആരാണ്? യഹോവയായ ഞാനല്ലേ. പോകാം, ഞാൻ നാവോടെ ഇരിക്കും. എന്റെ അച്ഛൻ 30 ലക്ഷം പേരെ നടത്താനാണ് ഈ വിക്കനായ മോശയെ കൊണ്ട് എങ്ങനെ നടന്നു? 4 പേരുടെ വീട് നടത്താൻ നമ്മളെ കൊടുക്കുന്നില്ല, സ്വന്തം ഭാര്യയെ നയിക്കാൻ നമ്മളെ പറ്റുന്നില്ല, സ്വന്തം ഭർത്താവിനെ നയിക്കാൻ പറ്റുന്നില്ല, സ്വന്തം മക്കളെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ വിക്കനായ മനുഷ്യൻ 30 വർഷം ഈ 30 ലക്ഷം പേരെ എങ്ങനെ നയിച്ചു? ഒറ്റ കാര്യമുള്ളൂ, അവൻ നേടിയതല്ല പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ നാവോടെ ഇരിക്കും. നമ്മുടെ വിഷയമാക്കല്ലേ, സാധാരണക്കാരനെ അസാധാരണമായി ഉപയോഗിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അത് പറയുമ്പോൾ നീ ഓർക്കണം, അത് എല്ലാവർക്കും ദൈവത്തിന് ദൂതാണ്, നിന്നുള്ള ദൈവത്തിന് ദൂതാ. പ്രായമായി പോയില്ല, ക്ഷീണമായി പോയില്ല മോമേ. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പുറത്തുണ്ട്. കയ്യിൽ തുറக்க സാധ്യമല്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ അഭിഷേകം ദൈവം നിന്റെ മേൽ പകരുക. അഭിഷേകം പ്രാപ്തക്കാർ അന്യഭാഷ ദൈവത്തെ ആരാധിക്കണം, അന്യഭാഷ പറയണം. അന്യഭാഷ ഇപ്പൊ ഒന്നും പറയാനൊക്കത്തില്ല. അന്യഭാഷ പറയണം, കൈയടിക്കാനൊക്കെ എല്ലാം വിമർശനമാണ്. ഉടനെ എടുത്തിട്ട് അലക്കുക, ഉടനെ എടുത്ത് അവിടെ നമ്മുടെ കൈയും കെട്ടി, കാലും കെട്ടി, വായും കെട്ടി, മൂക്കും കെട്ടി, കണ്ണും കെട്ടി പരിക്കാതിരിക്കുക. ഒരുത്തന്റെ ന്യൂസ് കണ്ടു, ഒരുത്തന്റെ ഫേസ്ബുക്ക് കണ്ടു, ഒരുത്തന്റെ വാട്സപ്പ് കണ്ടു, നിന്റെ ആരാധന ഒതുങ്ങല്ല. നിന്നെ വിളിച്ചത് ആരല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്. കൈയ്യടിച്ചോണ്ട് സ്വന്തം പറ, നിന്നെ വിളിച്ച ദൈവമാണ്, നിന്നെ വിളിച്ച ദൈവമാണ്. പറയും അവ ഫലമുള്ള മരത്തിലച്ച ഇഴകളുണ്ടാകും. നീ 90 പോകല്ലേ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഉറക്കെ സ്വന്തം വന്നാട്ടെ. അപ്പൊ മോശം നേടിയതെല്ലാം മധ്യസ്ഥതയിലാണ്. ദൈവത്തിന് സ്തോത്രം. ദേശവെച്ചിലൊക്കെ പോയപ്പോൾ 10 പേരെ നെഗറ്റീവ് പറഞ്ഞപ്പോഴും അതിനെ ജയിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. സ്തോത്രം. നമുക്കെതിരെ നെഗറ്റീവായിട്ട് ആര് പറഞ്ഞാലും അതിനെ നീ പ്രാർത്ഥന കൊണ്ട് നേടണം. ദൈവത്തിന് സ്തോത്രം. മോശയുടെ കാര്യം ശ്രദ്ധിച്ചോണ്ട് ആമേൻ, അതുവരെ ഒരു ദൈവിക വാഗ്ദത്തങ്ങളും റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടില്ല, എഴുതി കിട്ടിയിട്ടില്ല. നമുക്കതിപ്പോ ബൈബിളുണ്ട്. മോശയുടെ കാലത്ത് ഒന്നും റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. മോശയാണ് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത്. അപ്പോൾ മോശയ്ക്ക് അത് എഴുതാനുള്ള കൃപ ദൈവമാണ് കൊടുത്തത്. സാധാരണക്കാരായ മോശയ്ക്ക് ബൈബിളിന്റെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതാനുള്ള കൃപ ആര് കൊടുത്തു? ദൈവം കൊടുത്തു. അതെങ്ങനെ കിട്ടി? അച്ഛാ, അവനെ ബീല പറഞ്ഞതുപോലെ അവനെ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയി 40 ദിവസം ഫുഡ് കഴിക്കാതെ അവനെ അവിടെ ഇരുത്തി. അവിടെയാണ് ദൈവം അവന് എല്ലാം കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഇപ്പൊ ഞാൻ സമയം പറ്റിക്കൊണ്ട് വന്നിരിക്കുക, എന്റെ മനസ്സ് മുഴുവൻ തിരുവില്ലായില്ല. ആദ്യം ചെന്ന അവനെ വിളിയോട് വിളിയും പറച്ചിലാണ്. സഭായോഗം വാച്ച് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. കഴിഞ്ഞാഴ്ച 3 പേര് 3 പേരും പുതുതായി വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നു, നമ്മൾ വീടിനോട് സ്തോത്രം അങ്ങോട്ട് പറയുന്നു. മനസ്സെല്ലാം അവിടെ കളിക്കുകയാണ്. എന്താ 30 പേരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ ആണെന്നറിയാം? പറ, നിങ്ങൾ പരിശീലിക്കാൻ കറക്റ്റാ പറഞ്ഞ ആരാ? മോശം. പൊളിയൊപ്പിച്ചാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന. അത് മരിച്ചുപോയി. 8 ലക്ഷം പേരുള്ള സഭ കൊറിയ യോഗിച്ചൊരു സഭയാണ്. എന്നാൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററാണ് മോശം. ഇത്രയും പേരെ നയിക്കുന്ന ഈ മനുഷ്യന് സാധാരണക്കാരനായിരുന്നു, പക്ഷെ അവനെ അസാധാരണമാക്കി മാറ്റിയത് അവന്റെ പ്രാർത്ഥനയാണ്. മനസ്സിലാക്കല്ലോ? 10 പേരുടെ സഭയാണെങ്കിലും അത് നയിച്ചോടുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ടല്ലേ. നമ്മുടെ മുടിക്കൊണ്ട് എന്തെങ്കിലും നേടുക നിങ്ങളെ ഇല്ല. പ്രാർത്ഥന കൊണ്ടാണ് വിശ്വസിക്കുന്ന കാര്യം ഉയർത്തി ഓരൊക്കെ സ്വന്തമല്ലേ. ഹല്ലേലൂയ, ആമേൻ. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും
അനുസരണത്തിന്റെയും പ്രാർത്ഥന ഉദാഹരണമായിരുന്നു മോശ. മോശ സ്നേഹമുള്ളവനായിരുന്നു, ക്ഷമിക്കുന്നവനായിരുന്നു, അനുസരിക്കുന്നവനായിരുന്നു, പിന്നെ അവന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇത് ഇത്രയും കാര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേടാം. നീ ഇത്രയുള്ള സാധാരണക്കാരിയാണെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്നെ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിക്കും. ദൈവം പറഞ്ഞ ദൂത് കേൾക്കണേ, നിന്റെ ലെവല് ദൈവം മാറ്റും. നിന്റെ വീടിന്റെ മുമ്പിൽ കാലുകൾ കടക്കത്തക്കവണ്ണം കാലിൽ വന്ന് നിന്റെ വീട്ടിൽ വന്ന് ദൂത് കേൾക്കാൻ ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച നിന്ന് ആൾക്കാരെ കാണും. ലെവല് മാറാൻ പോകും. ഞാൻ ചെവി പറഞ്ഞില്ലേ, ലെവല് മാറാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ആമേൻ സ്തോത്രം 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 ചോദിച്ചാൽ ലെവല് മാറാൻ പോകും. പത്രപ്രവർത്തനം മാത്രമല്ലേ, അതിന്റെ അപ്പുറത്ത് ഒരു ലെവല് മാറാൻ പോവുകയാണ്. പ്രാർത്ഥനാമുറി കെട്ടാനും പ്രാർത്ഥനാമുറിയിൽ അടിക്കാനുമുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന കാലങ്ങൾ അടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞാൽ ലെവല് മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയ പ്രാർത്ഥന മറുപടിയായിട്ടൊരു യോഗമല്ല, ഒരു പക്ഷത്തെ പ്രാർത്ഥന നടക്കുന്ന യോഗമാണിത്. ഇന്ന് പകൽ കെട്ടുപൊട്ടും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞു കെട്ടുപൊട്ടുമെന്ന്. നിങ്ങൾ അറിയാതെ കെട്ടുപൊട്ടി താഴെ വീഴും. അവൻ ഡബിൾ പൂട്ട് വീണത്, കടുകെട്ട് വീണത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ അതിനെ പൊട്ടിച്ചു മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ ദൈവങ്ങൾ ശരീരം മറന്ന് കൈവച്ച് പോയ പേടകത്തെ ഇവിടെ നിന്ന് തിരിച്ചുകൊണ്ട് 8 മാസം കഴിഞ്ഞ് കൈവിട്ടുപോയ പേടകത്തെ തിരിച്ചുവിടെ എത്തിച്ചു. കൈവിട്ടുപോയ ജീവനെ തിരിച്ചുവിടെ എത്തിച്ചു. ഞാൻ നാശമായി പോയി. നമ്മളെല്ലാം കണ്ടും കേട്ടിരിക്കുന്ന കാര്യമാണ്. കൈവിട്ടുപോയതാ, തിരിച്ചു പിടിച്ചു. മനുഷ്യ നിർമ്മല ബുദ്ധി. കൈവിട്ടുപോയതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തിയിൽ നിനക്ക് കൈവിട്ടു പോയ ചിലത് ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ പറയുന്നത് നിന്റെ മടിയിലേക്ക് മടക്കി തരിക. ചാടി പിടിച്ചോ. ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ അതിനെ തിരിച്ചു പിടിക്കാൻ തിരിച്ചു പിടിക്കണം. അസാധാരണമായി ദൈവശക്തിക്ക് ഒരു വലിയ തേജസ്സുണ്ട്. എത്ര പേര് വന്നത് ആരെല്ലാം വന്നെന്ന വിഷയമല്ല. ഇന്നൊരു കെട്ടുപൊട്ടുക. ശ്രദ്ധിച്ചോട്ടോ, തലേ തൊട്ട് പറയാൻ നേരമില്ല. കൈവിട്ടുപോയ തലമുറ, കൈവിട്ടുപോയ ശരീരം, കൈവിട്ടുപോയ ജോലി, കൈവിട്ടുപോയ സമാധാനം, കൈവിട്ടുപോയ കുടുംബജീവിതം, യെസ്, കൈവിട്ടുപോയ ആത്മാക്കൾ, യെസ്, ഒറ്റ സെക്കൻഡോടെ എന്നെ മടക്കി പിടിക്കുന്നു. യെസ്, in the name of Jesus. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. Release, release, release. Receive the power of the Holy Spirit. ഇത് ഉപവാസം പ്രാർത്ഥനയാണ്, ഇത് ഉണർന്ന യോഗമാണ്. ഓരോ അത്ഭുതം നിനക്ക് ദൈവം ചെയ്യുക.
എഴുതില്ലേ? നമ്മുടെ വിഷം പറക്കുന്ന സാധാരണക്കാരനെ മോശയ്ക്ക് പക്ഷെ നമ്മുടെ എല്ലാ മനുഷ്യനും നല്ല വശമാണ് പറയാം. പക്ഷേ മറ്റേ എല്ലാ മനുഷ്യനും രണ്ട് വശമാണ്. നല്ല വശമുണ്ട്, അല്ലാത്ത വശവും. നല്ല വശം എന്താ? മോശം ചെക്കലിനെപ്പെടുന്നു, തിക്കിനെ പറയുന്ന വെള്ളം കൊടുത്തു, മരുഭൂമിന് മന്ന കൊടുത്തു, അല്ലേ? പകൽ മേഘസ്തംഭം കൊടുത്തു, രാത്രി അഗ്നിസ്തംഭം കൊടുത്തു. അതൊക്കെ അവന്റെ നല്ല വശങ്ങളാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറെ വശമാണ്. അതാ എനിക്ക് പറയാറുള്ളത്. എന്തൊക്കെയാണെന്നറിയാമോ? വിഗ്രഹാരാധികളും ദുസ്സാഠ്യക്കാരും സംശയാലുക്കളുമായ ജാതിയെ സ്വതന്ത്രമാക്കി വിഗ്രഹ ആരാധനയിൽ നിന്നും 40 വർഷം കൊണ്ട് കനാലിൽ എത്തിച്ചു. പ്രിയത്തിലായിരിക്കും വിഗ്രഹാരാധികളായ ഈ ജനം. 2, ദുസ്സാഠ്യക്കാരായ ജനം. എന്ത് കൊടുത്താലും എന്തില്ല, തൃപ്തിയില്ല. പിറുപിറുപ്പെന്നല്ലാതെ എന്നാ പറയാൻ? നമുക്കും അത് തന്നെയാണ്. 4 മുറികളുള്ള കിട്ടുമ്പോൾ 8 മുറികളുള്ളതാണ്. 30 ലക്ഷം വണ്ടി കിട്ടുമ്പോൾ 60 ലക്ഷം രൂപയുടെ വണ്ടി വേണം. ഒന്നിനും തൃപ്തിയില്ല. എത്ര നേരം ആഹാരം കൊടുത്താലും അതിന് എരിയില്ല, പുളിയില്ല. ഒരു കമന്റ് അടിച്ചിരിക്കും. അത് പറഞ്ഞാൽ നമുക്ക് സമാധാനമില്ല. ഇവിടുത്തുകാരെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അവരൊന്നും വരും താങ്ക്യൂന്നെങ്കിലും പറഞ്ഞു, ഒന്ന് ചിരിക്കുകയും ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് 1 ലക്ഷം കൊടുത്താലും താങ്ക്യൂ ഇല്ല, ചിരിയില്ല. പിന്നെ പോരട്ടെന്താ, നിങ്ങൾ ഇന്ന് വരെ നാട്ടിൽ പോയിട്ട് സമാധാനത്തിൽ വന്നിട്ടുണ്ടോ? അയ്യോ, ബോംബിട്ടു. ആർക്കെങ്കിലും കൊടുത്ത് തൃപ്തിയായിട്ടുണ്ടോ? എത്ര പട്ടിക്കോട്ടാ പോയത്? ഒറ്റ മനുഷ്യ തൃപ്തിയാകത്തില്ല. ആഹാ, ഇതാണോ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ ഒരു അഡ്വൈസ് പറയാണ്, ഒരു സാധനം കൊടുക്കല്ല, പൈസ കൊടുത്തേക്കണം. അതെങ്ങനെ കാണാനുണ്ട്? എല്ലാവരും വിഷമമായ പൈസ കൊടുത്ത് കാണാനുണ്ട്. സാധനം കൊടുത്തേക്ക് കാണാൻ വെച്ചാൽ ഒന്നും കാണാനില്ല. ഇപ്പോഴത്തെ സാധനം അവിടെയും കിട്ടും. നിരുത്സാഹപ്പെടുത്തുകയല്ല, ഒറ്റ കാര്യം പറയാണ്, കൊടുത്തൊരു മനുഷ്യൻ ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ തന്നെ ഇവർ തൃപ്തിപ്പെട്ടത്. മന്ന ആദ്യം വന്നപ്പോ എന്നാ രസമായിരുന്നു. അയ്യോ, തേൻ കൂട്ടിയ പറ. അമേരിക്ക വന്നപ്പോ ആദ്യം എന്നാ ഫ്രൈഡ് റൈസ് ആയിരുന്നു, എന്നാ പെപ്സി ആയിരുന്നു. ഇപ്പോഴും എല്ലാം തീർന്നു. എന്നെ പ്രിയമുള്ളവരെ, ആദ്യം എല്ലാം നല്ലതാ. അല്പം കഴിയുമ്പോ പ്ലാൻ മാറും. അവിടെ എന്നാ പറയാൻ തുടങ്ങി. അവരെ എത്ര പ്രാവശ്യം ദുർബലത്തുന്നത് എണ്ണി നോക്കിയാൽ നമുക്ക് തന്നെ വിഷമം വരും. പക്ഷെ ഈ പിറുത്ത ജനങ്ങളുടെ പാസ്റ്ററായിട്ട് മാറി മോശം. എന്തുമാത്രം സാക്ഷരതയും മോശക്കുണ്ടായി. ദൈവത്തെ സാധാരണക്കാരായിട്ട് അവൻ ഇന്ന് അത് ജീവിച്ചിരുന്നെ അത്ഭുതമല്ലേ? മോശയെ കാണാൻ മോശയുടെ അമ്മായിപ്പം വന്നു. അമ്മായിപ്പം വന്നപ്പോൾ മോശ മുപ്പേഷന്മാർക്ക് വേണ്ടി കോടതി നടത്തിക്കൊണ്ടിരിക്കുക. കോടതി ഓരോരുത്തരെ കേസ് തീർക്കുക. അമ്മായിപ്പം ബുദ്ധിമാരല്ല. അമ്മായിപ്പം മനസ്സിലായി അവർ അധികാരമാണ് ജീവിച്ചിരിക്കത്തില്ലെന്ന്. മുപ്പേഷന്മാർ കേട് തീർക്കാൻ പോയാൽ അവരുടെ ആയുസ് പോയെന്ന് അമ്മായിപ്പം മനസ്സിലാക്കി. ബുദ്ധിമാനായിരുന്നു. അങ്ങനെ മോനെ, ഞാനൊരു കാര്യം പറയാം, നീ പരിപാടിക്ക് പോകരുത്. നീ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാക്കണം, ഒരു സെപ്പറേഷൻ നടത്തണം. 10 പേർക്ക് ഒരാളെ, 100 പേർക്ക് ഒരാളെ, 1000 പേർക്ക് ഒരാളെ, അങ്ങനെ നീ ഡിവൈഡ് ചെയ്യുന്നവരോ ഡിവൈഡ് ആക്കണം. ചിലരുണ്ടല്ലോ, എന്താ കൊടുക്കുന്നത്, കക്ഷത്തിൽ വിട്ടു കൊടുക്കുന്നില്ല. അമ്മേൻ, അത് ശരിയല്ല. എന്ത് ചെയ്യണം? എല്ലാവരും സഹകരിപ്പിക്കണം, വിട്ടുകൊടുത്ത് നമുക്ക് അത്ര ഫ്രീ ടെൻഷൻ വന്നിരിക്കും. ഏറ്റവും വലിയ കാര്യം മാത്രം നിന്റെ അടുക്ക വേണം. ഇത് കണ്ടോണ്ടാണ് നമ്മുടെ കോടതികളൊക്കെ ഭരണഘടന ഉണ്ടാക്കിയത്. ഡിവൈഡ് ആൻഡ് റൂൾ, അതിന്റെ സിസ്റ്റം. ഞാൻ അപ്പത്തെ കിടക്കുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ മോശം നിന്ന് കറങ്ങിയപ്പോഴും അവർ സാധാരണക്കാരായിരുന്നു. പക്ഷെ അടുത്തൊരു കാര്യം മനസ്സിലായി, ഈ ഇങ്ങനെയുള്ള ഈ ജനങ്ങളുടെ ഈ അതിർത്തിയൊക്കെ മോശ ശരിക്കും വരയ്ക്കും. ഒരു മനുഷ്യനില്ല, വായിക്കാതിന് അപ്പുറമൊക്കെ ഇല്ലേ? പക്ഷെ മോശം പ്രത്യേകത കേൾക്കണോ? ഏത് കാര്യം വന്നാലും അവൻ നെടുപാടാണ് വീഴും. എത്ര സീരിയസ് കാര്യം വന്നാലും അവൻ ചെന്ന് ആദ്യം ചെന്ന് നെടുപാടിൽ നിന്ന് വീഴുക. ഇങ്ങനെ ഞാനുമായി ജനത്തെല്ലാം അവൻ ഗർഭം ധരിച്ച് പ്രസവിച്ചിരിക്കുന്നത്. എന്നാ ചോദ്യമല്ലേ? ദൈവത്തോട് സംസാരിക്കുന്നത് മാന്യത സംസാരിക്കട്ടെ. അത്ര സംസാരിച്ചോളൂ വെച്ചാൽ എന്റെ അഭിപ്രായം.
ഇത്രയും വിചാരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ എന്നാ ചെയ്യും? നമ്മൾ തന്നെ ഒരുത്തം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏത് വിഷയം വരുമ്പോഴും ദൈവത്തിന് നിലപാടുപെടാൻ നീ തയ്യാറാണോ? അതിനകത്തൊരു മറുപടി ദൈവത്തിൽ കൈവച്ച് സ്വന്തമാക്കിയത്. ഇന്ന് ദൂത് പറയാ, നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാനൊക്കാത്ത ഏത് വലിയ കേസാണെങ്കിലും 10 മിനിറ്റ് വരയ്ക്കാത്ത കഴിഞ്ഞാൽ ആരുമില്ലാതെ ഒട്ടുമുറുക്കി പ്രാർത്ഥിച്ചാൽ നീ പോലും അറിയാത്തൊരു വിടുതൽ ദൈവത്തിന് നൽകിത്തരും. ആമേൻ. ഇവിടുത്തെ പ്രസിഡന്റായിരുന്ന ഏബ്രഹാമിനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഏബ്രഹാം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അനിയനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബാക്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോട്ടുണ്ടായിരുന്നു. ആ പേഴ്സണൽ അദ്ദേഹം പണ്ട് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും കോട്ടും തന്റെ ആയുധങ്ങളും എല്ലാം അവിടെ തൂക്കിയിട്ടിരുന്നു. ക്രൈസിസ് വരുമ്പോൾ അദ്ദേഹത്തിന് കഴിവില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം കൊണ്ട് ഓടിക്കുന്ന ഒരു കത്തിക്കും കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഭിത്തിയോട് പറയുക, ദൈവമേ ഈ തൂക്കി കിടക്കുന്ന ഈ സാധനമൊക്കെ കണ്ടോ, ഈ സ്ഥാനത്ത് എന്നെ നീ പ്രസിഡന്റ് കസാരയിലെ കൊണ്ടുവന്നത്, അങ്ങനെ എന്നെ സഹായിച്ചേ പറ്റൂ, ഈ ക്രൈസിലേക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ അവൻ അന്ന് വരെ ഉദിക്കാത്തൊരു ബുദ്ധിജീവി തന്നെ അതറിയില്ല എന്ന് പറയുന്ന കറക്റ്റാ. അങ്ങനെ ഈ അമേരിക്ക ഭരിച്ചത്. അമേരിക്ക തിളങ്ങിയിരുന്ന ഒരു പ്രസിഡന്റായിരുന്നു അദ്ദേഹം. മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ട് തീർക്കാനൊക്കാത്ത വിഷയം, തലമുറയാകട്ടെ, ശരീരമാകട്ടെ, ജോലിയാകട്ടെ, ഓപ്പറേഷൻ ആകട്ടെ, വാട്ടറി മേബി, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോട് പറയാണ്, ഒറ്റ സെക്കൻഡ് കൊണ്ട് അഥവാ രക്തം പൊടിയാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ദൈവം, കത്തി തൊടാതെ ശസ്ത്രക്രിയ ചെയ്യുന്ന ദൈവം, അവൻ കൈയടിച്ച് സ്വാതമായി ഇന്ന് പകൽ ഇനിയും നിന്റെ ശരീരം കത്തി തൊടാൻ ദൈവം പറഞ്ഞാൽ സ്വാതം പറയാൻ കഴിയുമോ? കൈയ്യടിച്ച് ഒരിക്കൽ സ്വാതം പറഞ്ഞ് കൈയടിച്ച് ഒരിക്കൽ സ്വാതം പറഞ്ഞ് നമ്മുടെ കഴിവില്ലായ്മ നമ്മളൊന്ന് സമ്മതിക്കണം. ദൈവത്തിന് അത് സമ്മതിക്കാതെ നിൽക്കുന്ന വെച്ചാൽ കുഴപ്പം മുഴുവൻ. ഞാൻ വലിയ ആരെയും ഇന്ന ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവേ എനിക്ക് കഴിവില്ല, ഐ ആം ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് എന്ന് പറയാൻ തയ്യാറായ ദൈവം ഇറങ്ങി വരുന്നതിന്റെ അടുക്കൽ ഇഷ്യൂസ് വരുമ്പോൾ മോശം ചെയ്തെന്ന് അറിയുമോ? വെറുപാട് വേണം എന്ത് ചെയ്തു? കരഞ്ഞു. ആമേൻ. മനുഷ്യർക്ക് സാധിക്കാത്ത വിധം യഹോവയെ അറിഞ്ഞു. അവിടുത്തെ പുസ്തകം 34 വായിക്കണ്ട. മനുഷ്യർക്ക് സാധിക്കാത്ത വിധം ദൈവം അവൻ യഹോവ എന്ത് ചെയ്തു? അറിഞ്ഞു. അവിടുത്തെ 36:12 പറയുന്നു, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. സ്തോത്രം. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, അവന്റെ ജീവിതത്തിന്റെ നെഗറ്റീവ് ഞാൻ പറയാൻ പോകുകയാണ്. എന്തൊക്കെയാണെന്ന് അറിയാമോ? കൊലപാതകനായി. ആരായിരുന്നു? ആയിരുന്നോ? ആയിരുന്നു? ഞാൻ എടുത്തു പറഞ്ഞ കാര്യമില്ല. ഒറ്റ അടിക്ക് അവൻ പ്രത്യേകം കൊന്നുകളഞ്ഞു. ഒരാൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേക്കണം, ആ അടി അടിച്ചപ്പോ അവനെ കുഴിവട്ടിട്ട് വന്നില്ല, കുഴിക്കത് കയറിപ്പോയി. മോശമാണ് ഒറ്റ അടി കൊണ്ടപ്പോ അവൻ തന്നെ ഓട്ടോ ഡൈവ് ചെയ്യുന്നുള്ളത് മണ്ണിനടിയിലായി. പിന്നെ മണ്ണിൽ ചേർന്ന് വന്നോളൂ. അത്രയ്ക്ക് ആരുമില്ല. 40 വർഷം ഭഗവാനെ കൊണ്ടാതെ അടിച്ച് നിൽക്കുമല്ലേ ഭഗവാന്റെ 10 മക്കളായിട്ട്. ദേഷ്യം വന്ന അത്ഭുതപ്പെടാനുണ്ടോ? ഒന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഷ്യപ്പെടുന്ന മനുഷ്യൻ. പക്ഷെ അവനെ മര്യാദ പഠിപ്പിക്കാൻ 40 വർഷം ദൈവം ബാല്യത്തിൽ ആടിന് പറയുള്ളൂ. ഓ, അതിനാ പരിപാടി. ചില പേർക്ക് എന്നെ ഈ ഭാര്യയെ കിട്ടിയത് നിന്നെ മര്യാദ പഠിപ്പിക്കാൻ. ആ നല്ലൊരു എന്നോട് പറയുന്നത്, എനിക്ക് എന്നെ ഈ ഭർത്താവിനെ കിട്ടി നിന്നെ മര്യാദ പഠിപ്പിക്കാൻ, എനിക്ക് എന്നെ പിള്ളേരെ കിട്ടത് നിന്നെ മര്യാദ പഠിപ്പിക്കാൻ, എനിക്ക് എന്നെ ഈ പാസ്റ്ററെ കിട്ടത് നിന്നെ മര്യാദ. നമ്മുടെ മര്യാദ പഠിപ്പിക്കാനുള്ളത് ദൈവം. അത് 1-2 വർഷം എടുത്ത് 40 വർഷം 40 വർഷം കൊണ്ടാട്ടിക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ 40 വർഷം ആടിന് പറയും. സ്തോത്രം. അങ്ങനെ അച്ഛൻ മരുക്കിയെടുത്തത്. ഇവിടേക്ക് ഒത്തിരി പേരെ ദൈവം മരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം പറയാം. ഇതൊക്കെ പറയുമ്പോൾ സ്തോത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ. പോസിറ്റീവ് വരുമ്പോഴല്ല സ്തോത്രം പറയുന്നത്, നെഗറ്റീവ് വരുമ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. ആമേൻ. കൊലപാതകൻ. രണ്ടാമത് അവന്റെ കുടുംബ പ്രശ്നം. അവന്റെ കുടുംബ പ്രശ്നം പോലെ വേറെ ഒരു പ്രശ്നമില്ല, വേറെ ഇല്ലായിരുന്നു. ഞാൻ ഒരു കല്യാണം കഴിച്ചു. ആരാ? മോശം. ആ കല്യാണം കഴിച്ചത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? നിങ്ങൾ ഇരിപ്പെട്ട നല്ലൊരു കവിത പറഞ്ഞ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? സഹോദരിക്ക് നാത്തും പോലെ
ജപണം. മോശം കണ്ട് കൊഴയുക, എവരെന്നെ വഴക്കുണ്ടാക്കുക. മോശം കണ്ട് കാരണം ഈ എവിടെ പറഞ്ഞ കല്യാണമല്ല ഈ പുള്ളി എന്ത് ചെയ്ത് എൻ്റെ അനുമാനം ബൈബിളിനകത്ത് വഴക്കുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ ഫേസ്ബുക്കിലിട്ട് എന്നെ അടക്കല്ലേ. എൻ്റെ അനുമാനം പറയും ഏതാണ്ട് ഇഷ്യൂ ഉണ്ടായില്ലേ, അതുകൊണ്ടല്ലേ അവർ പ്രശ്നം ഉണ്ടായത്. ഈ നാട്ടുകാരുടെ പ്രശ്നം നമുക്ക് എങ്ങനെ സഹിക്കാം വെച്ചാൽ വീട്ടുകാരുടെ പ്രശ്നം സഹിക്കാൻ വലിയ പ്രശ്നം അല്ലേ. നമ്മുടെ വീട്ടിലെ ഇഷ്യൂ നമുക്കൊരു ഇഷ്യൂ തന്നെയാണ്. ആ സാധാരണക്കാരനായ മോശ അവൻ ആ ഇഷ്യൂവിൽ അവനെ പിടിച്ചിരുന്നു. എല്ലാവർക്കും കൊണ്ട് ഇഷ്യൂസ് ഉണ്ട്, കുടുംബജീവിതത്തിനകത്ത് ഇഷ്യൂസ് ഉണ്ട്, ജോലിയിൽ ഇഷ്യൂസ് ഉണ്ട്, എല്ലാ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ ഇവൻ നേടിയെത്താൻ ഞാൻ പറയാൻ പോവുകയാണ്. സ്തോത്രം. പിന്നെ മത്സരം, ജനങ്ങളെ അവരുടെ നേരെ മത്സരിക്കാൻ കഴിയും. ഈ മത്സരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മത്സരം വന്നപ്പോൾ അവനെ നിരാശപ്പെടുത്തി കളയും. നിരാശപ്പെട്ട അവനെ ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏറ്റവും ഇവനെ പ്രയാസമായി തോന്നിയത് ഇവനെ സഹായിക്കാൻ ദൈവപ്പെട്ട ആളായിരുന്നു ആശാവളം. ഇവൻ 40 ദിവസം പേപ്പർ കയറിയപ്പോൾ അങ്ങനെ ഒരു മഹാപരിപാടി കാണിച്ചു. എന്നറിയാം, ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് വാർത്തിട്ട് പറയാണ് ഇസ്രായേലിൽ നിന്നെ കൊണ്ടുവന്ന് ദൈവം ഇതാന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആരാധിപ്പിച്ചു കളഞ്ഞു. അത് ഭയങ്കരമായ ഋഷിയായി. ആരാധനയിൽ നിന്നെ തകർക്കാൻ നോക്കുന്ന ഓരോ പോരാട്ടങ്ങളെ, പ്രതീക്ഷിക്കാത്ത പോരാട്ടങ്ങളാണ്, ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥലത്തുന്ന പോരാട്ടം വരുന്നത്. നമ്മളെ പറഞ്ഞില്ല എന്താ അവിടുന്ന് വന്ന് ഇവിടുന്ന് അതൊക്കെ ഇങ്ങനെ വരുമെന്ന്. പക്ഷെ ഒരു കാര്യം പറയാ, ഇതെല്ലാം വരുമ്പോഴും നീ തളർന്നു പോകരുത്. ഞാൻ മോശം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഈ ആത്മാവിൽ ചില ജീവിതങ്ങൾ വിവേചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പോലും അറിയാത്ത, പറയാത്ത, ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പേരിൽ പറഞ്ഞു വരുത്തുമ്പോൾ നീ അപ്സെറ്റ് ആയി പോകും. പക്ഷെ ഓർത്തോളം അതിന്റെ അപ്പുറത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ മോണ്ടിയച്ച നീ അവരോട് പറഞ്ഞരുത്, നിന്നെ മോണ്ടി ചെയ്യാനാ. നമ്മുടെ സത്യത്തിൽ പറഞ്ഞ സാധാരണക്കാരായ നിന്നെ അസാധാരണമായി ഉപയോഗിക്കാനുള്ള ദൈവത്തിന്റെ മൂർച്ചയെ കൂടെ ദൈവം കടന്നു വിടുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയുന്നത് ചിലരൊക്കെ ഇന്ന് ഭയങ്കര ടെൻഷൻ വന്നിട്ടുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ നിങ്ങൾ ടെൻഷനില്ല. ഒറ്റ വാക്ക് ഞാൻ പറയാം, ഈ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. വിശ്വസിച്ചാലില്ലെങ്കിൽ ദൈവത്തിന് ശക്തിയുണ്ട്. പരിശുദ്ധമായ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. 1000 പ്രാവശ്യം പോയിട്ട് നടക്കാത്ത കാര്യം ഇന്ന് യേശു നാമത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം നടത്തി തരിക. വിളിക്കട്ടെ. മോശനെ പിള്ളേരെ കുറിച്ചൊക്കെ ഒന്നും പറയുന്നില്ല, കാണുന്നില്ല, അധികമൊന്നും കാണുന്നില്ല, ക്രമീണത്തെ കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷേ എന്റെ ചിന്ത അവന്റെ കുടുംബം മുഴുവൻ, അവന്റെ ജീവിതം മുഴുവൻ ജനത്തിലൂടെ ഒഴുകി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിന്റെ നടുവിൽ അവൻ പിടിച്ചിരുന്നു. അവൻ നേടിയതല്ല എന്നറിയാമോ? വിശ്വാസവും പ്രാർത്ഥനയും. സാധാരണക്കാരായ മോശ പിടിച്ചിരുന്നത് 40 വർഷം പിടിച്ചിരുന്നത് വിശ്വാസവും പ്രാർത്ഥനയും. ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, നിന്റെ പണം കൊണ്ടോ വണ്ടി കൊണ്ടോ പിള്ളേരെ കൊണ്ടോ സഭയെ കൊണ്ടോ നടക്കാത്ത കാര്യം നിന്റെ പേഴ്സണൽ ലൈഫിൽ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയാലും വിശ്വാസത്താലും ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ കയ്യിൽ നിന്ന് അടിച്ചൊരു സ്വോത്രം പറഞ്ഞു എന്ന് പറയാം. ഇത് പറഞ്ഞില്ല, കയ്യിൽ സ്വോത്രം പറഞ്ഞു. അന്യഭാഷയിൽ ദൈവത്തെ ശ്രമിക്കുക, അഭിഷേകത്തിന്റെ ശക്തി ദൈവത്തെ ശ്രമിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് മോശയ്ക്കറിയാമായിരുന്നു. എങ്ങനെ കാര്യങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന് മോശയ്ക്കറിയാമായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോ, നിന്റെ വീട്ടിലെ വിഷയം ഉണ്ടാകുമ്പോൾ 10 പേരെ വിളിച്ചു പറ്റുന്ന കാര്യമില്ല. അല്ലേ അങ്ങനെ
പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? കേസുകളിലെ വഴക്കുകളിലെ പിന്നെ പറഞ്ഞില്ല ഒത്തിരി പ്രശ്നങ്ങൾ. അച്ഛാ പിടിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ സഭയുടെ പേര് പ്രയാസങ്ങളുണ്ട്, അറിയാത്ത രാത്രികളുണ്ട്. ഒരു വേല ഒരത്തെ പിടിപ്പിക്കാൻ വെച്ച കാര്യമല്ല, വലിയ കാര്യമില്ല. 50 പേരെ നോക്കുന്നവരല്ല, 500 പേരെ, 500 നോക്കുന്നവരല്ല, 1000 പേരെ. വലിയ ടെൻഷന്. ഞാൻ വലിയ വിഭാഗത്തിൽ പാസ്റ്റർമാരെ ആക്കി, 15 പാസ്റ്റർമാരുണ്ട്, അവർ ചെയ്യുന്നു. സെൽഫ് പാസ്റ്റേഴ്സ് ഉണ്ട്, രൂപയായിട്ട് ചെയ്തു വരികയാണ്. ടെൻഷനുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, കേസുണ്ട്, വഴക്കുണ്ട്, എല്ലാം ഉണ്ട്. ഈ നമുക്കുള്ള പ്രശ്നം RSS BJP അല്ല, അകത്തുനിന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പോടെ പറയാം, 30 വർഷം നിന്നത് ദൈവത്തിന് കൃപയാണ്. ആമേൻ. വിശ്വാസവും പ്രാർത്ഥനയും. ഈ പേരിൽ വന്ന ദൈവപ്രവചന ആളുകൾ പറയുന്നു, ഏത് ഊരാ കൊടുക്കും നിന്നെ കഴിക്കാനുള്ള അധികാരം വിസിറ്റിംഗ് പാസ്റ്ററിലല്ല, ലോക്കൽ പാസ്റ്ററിലല്ല, നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. ഏറ്റെടുത്ത് സ്വന്തം പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. കൈ അടിച്ചുറക്കെ സ്വാതമായി നേരിട്ടെ, കൈ അടിച്ചുറക്കെ സ്വാതമായി നേരിട്ടെ. ഇന്ന് നമ്മൾ നിനക്ക് വേണ്ടി അത്ഭുതമായി ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞ തിരിച്ചറിയണം. നിന്റെ പോസിറ്റീവ് സൈഡ് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ നിനക്ക് നെഗറ്റീവ് സൈഡുണ്ട്. ശ്രദ്ധിച്ചോട്ടോ, ആ നെഗറ്റീവ് സൈഡിൽ നീ തീർന്നു പോയെന്നാണ് നീ ചിന്തിക്കുന്നത്. പക്ഷെ ആ നെഗറ്റീവ് സൈഡിനെ ക്ഷമിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. മനസ്സിലായോ? ഞാൻ എന്നാ ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്ക് പറഞ്ഞ വേറെ നല്ല പ്രസംഗമൊക്കെ എന്തെങ്കിലുമുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം പറഞ്ഞു, നീ ഇത് മാത്രമേ പറഞ്ഞാൽ മതി. എഴുത്തുള്ളൂ മുറിഞ്ഞു വരുന്നവരാണ് ഇവിടെ വരുന്നവർ, തകർന്ന് വരുന്നവരാണ്. അവർ മുറിവുകളെ കെട്ടണമെങ്കിൽ വചനം കൊണ്ട് കെട്ടണം. രക്തം ജയമെടുക്കട്ടെ. ഹൃദയത്തെ മുറിച്ചവരുണ്ട് കേട്ടോ. നീ അറിയാത്ത കാര്യങ്ങളും നിന്നെ അപമാനിച്ചവരുണ്ട്. ഈ പട്ടണത്തിൽ നിന്നെ അപമാനിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ട്. പക്ഷെ അവരെ വിഴുന്ന ദൈവം പാർപ്പിച്ചിട്ടുണ്ട്. ദൈവം നിന്നെ ഇവിടെ ബാധിച്ചുകൊണ്ടിരിക്കുക. എന്റെ കാര്യം അറിയാമോ? പ്രാർത്ഥന മുറിയിൽ നീ പ്രാർത്ഥിച്ചു, നീ കെട്ടി, ദൈവത്തെ അടിച്ചു. ഇവിടെ കെട്ടിയാൽ അവിടെ കെട്ടും, ഇവിടെ അടിച്ചാൽ അവിടെ ദൈവം. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അസാധാരണമായി 24 വയസ്സിൽ ദൈവജനകനായി ഓടിയെടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം പാസ്റ്റാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ പാസ്റ്റർമാരായവരാണ്. 84 വയസ്സിൽ അത് ശരിയായിട്ട് അദ്ദേഹത്തിന് പാസ്റ്റാക്കാൻ പോകും, മോട്ടിവേഷൻ കൊടുക്കുക. ആമേൻ. ഞാൻ പറയുന്നത് ഗിന്നസ് ബുക്കിൽ പേര് പറഞ്ഞു 84 വയസ്സിൽ പാസ്റ്ററായി. ആമേൻ. അതെന്താണെന്നറിയാമോ? അത് ഈ സിറ്റി കൊടുക്കുന്ന അംഗീകാരമാണ്. ഒരു നിമിഷം പോലും ഓടുക. അദ്ദേഹത്തെ ഫെയിലിയൊന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥന, ആരാധന, ഉണർവ് മാത്രം. നമ്മ ദൈവത്തോട് നിൽക്കുമ്പോണ്ടല്ലോ, നീ ഒന്നിനെ പുറകെ പോകണ്ട. നന്മയും കരുണയും നിന്റെ ആൾക്കാരെയും പറഞ്ഞാട്ടെ. നിന്റെ പട്ടി നിന്റെ പുറകെ വരുന്ന പോലെ, നിന്നെ ബാക്കിക്കൂടി വരുന്ന പോലെ, നിന്റെ കൈസ പുറകെ വരുന്ന പോലെ നീ പോകുന്നത് നന്മയും കരുണയും വരുമെന്ന്. എങ്ങനെയാണ് കാരണം നടന്ന അതിശയം കുറുമാൻ ആകാശ കിളുവാനും തുറന്ന് നിന്റെ തലമുറയിൽ നിന്നെ മാനിപ്പറ്റുന്ന ദൈവശക്തി നടന്ന് ഇന്ന് ദൈവത്തെ ഞാനവിടെ ശക്തിയോടെ ദൂരായി സംസാരിക്കുകയാണ്. അത് ഏറ്റെടുത്തോളം ഇന്ന് പറഞ്ഞാലോ കൽപ്പിക്കാണ്. കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കാത്ത പലതും ഈ കുടുംബത്തിനകത്ത് ദൈവം നടത്താൻ പോകും. നമ്മൾ അനേകം ചോദിച്ചില്ല, പക്ഷെ ചോദ്യത്തിന് ഉത്തരത്തിന് ദൈവത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. 1000 വാദം അടയ്ക്കാനൊക്കത്തില്ല, ദൈവം നോക്കിയാൽ അടയ്ക്കാം. വിശ്വാസം പ്രാർത്ഥനയുടെ മോശ കാര്യങ്ങൾ നേടി. സാധാരണക്കാരെ മോശയെ കൊണ്ട് 30 ലക്ഷം പേരെ നയിച്ച് ഖനാനിലെത്തിച്ചു. കേട്ടോ, നമ്മളെ കൊണ്ട് ദൈവം ചെയ്യും. അടുത്ത ആളെ എനിക്ക് ഒത്തിരി പേര് കാര്യമാണ്. അടുത്ത ആളാണ് ആമേൻ ദാവീദ്. ദാവീദ് ആരെല്ലാം അംഗീകരിക്കപ്പെടാത്തവരായിരുന്നു. ദാവീദ് ജീവിതത്തിൽ എന്നെ പെട്ടെന്ന് പറയുകയാണ്, അവരാരും മൈൻഡ് ചെയ്തില്ല, ചേട്ടന്മാർക്ക് ഒരു മൈൻഡ് ചെയ്തില്ല. ഈ പയ്യനെ കൊണ്ട് എന്തോ നടക്കാനാണ് ആലോചിക്കുന്നത്. പടവട്ടിൽ നീ വന്നിരിക്കുന്നു, പടവട്ടിൽ കൊടുക്കുന്നത്
നിന്നെ അഭിഷേകം ചെയ്ത് വാങ്ങാൻ ജോസഫല്ല, നിന്നെ അഭിഷേകം ചെയ്തത് അവൻ രക്ഷിതാവല്ല, നിന്നെ അഭിഷേകം ചെയ്ത ദൈവമാ. നിന്റെ അഭിഷേകം അത് ചെറിയ അഭിഷേകമല്ല, കണ്ടുമുട്ടുന്ന അഭിഷേകം. നല്ല സന്തോഷമായിട്ടിരിക്കണേ. ഞാൻ ആത്മാവ് കാണുന്നുണ്ട്. നമ്മൾ സമാധാനത്തിലേക്ക് വരികയാണ്. വിഷയം തീരുന്നില്ല, വൈകിട്ട് തുടരുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയാത്ത അഭിഷേകത്തിന്റെ പേരക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തലമുറക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ദേഹത്ത് നടന്നുകൊണ്ടിരിക്കുക, നിന്റെ ഹാർട്ടില്, ലിവറില്, ലങ്സില് ഒക്കെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വന്ന ശക്തി ഏറ്റെടുക്കണം. ഡോക്ടറെ കീറി മുറിക്കണ്ട, ബൈപ്പാസ് വേണ്ട. ഇന്ന് പകൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് സൗഖ്യമാക്കും. വിശ്വസിച്ച ഞാൻ കാര്യം പറയാം, ശ്രദ്ധിച്ചോളൂ. ഇനി നിന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ നീ അനുവദിക്കുന്നില്ല. ആരോടൊക്കെ ദൈവം പറയാം, ഇനി കത്തിവെക്കാൻ ശത്രു ഓങ്ങി നിൽക്കുക. നീ ആത്മാവിൽ തട്ടിക്കളയണം. രക്തം ജയമെടുക്കട്ടെ. അത് അധികാരം ദൈവം തന്നിട്ടുണ്ട്. റൂഫിക്കാൻ മാത്രം നിൽക്കരുത്. അധികാരം ദൈവം തന്നിട്ടുണ്ട്. പോരാ പോരാ പോരാ. ശത്രു ദൈവത്തെ സൂചിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്കറിയാൻ പറ്റാം. ഒരാൾക്കാരെ വളർന്നു, അവർ വലിയ പുള്ളിയായിരുന്നു, അക്കൊക്കെ നമുക്കറിയാം. പക്ഷെ നെഗറ്റീവല്ല കേൾക്കേണ്ടത്. ഞാൻ പറയാം, കേട്ടോണം. അവൻ ആരാലും അംഗീകരിക്കപ്പെടാത്തവനായിരുന്നു. അവന്റെ ഭാര്യയുടെ പിതാവ് അമ്മായിപ്പനെതിരായിരുന്നു. എതിർ പറഞ്ഞ വർത്തമാനം പറയില്ല, അവനെ കൊല്ല നടക്കുകയായിരുന്നു. കുന്തം കൊണ്ട് നടക്കും. ഒരിക്കൽ കുന്തം കൊണ്ട് അവനെ എതിരെ ചാണ്ടിയപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി. ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ കുന്തം തന്നെ വിദ്യ തറച്ചു. കൊച്ചു പരിപാടിയാണ് ആ ശവന് കാണിച്ചേ. അമ്മായിപ്പനെതിരായി തീർന്നില്ല. പിന്നെ അമ്മായിപ്പനെതിരാകുമ്പോൾ കൂടെ നിൽക്കേണ്ട ആരാ? ഭാര്യ. അവളെന്താ പറയുന്നത്? നിങ്ങളെ തുള്ളുന്നത്, നിങ്ങളെ ആരാധിക്കുന്നത്, നിങ്ങളെ കൈയടിക്കുന്നത്, രാജാവായ മാറ്റം വേണ്ടയോ? ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പൊ ഏറ്റവും കൂടുതൽ എതിർ ബന്ധുക്കോസുകാരോ ആരാധിക്കുന്നതിന് അന്യഭാഷയെ കളിയാക്കുക, പ്രമേയത്തെ കളിയാക്കുക, വെളിപ്പാടിനെ കളിയാക്കുക, കൃപാവശിഷ്ടം കളിയാക്കുന്നത് RSSകാരുടെ BJPക്കാരുമല്ല, ബന്ധുക്കോസുകാരാ. ബ്രദറുകാരുടെ ഒറ്റ ബന്ധുക്കോസുകാരും പക്ഷേ ഇല്ല. ബ്രദറുകാരുടെ ഒറ്റ ബന്ധുക്കോസുകാരും ഇല്ല. പക്ഷെ നമ്മുടെ കയ്യില് മുഴുവൻ ബ്രദറുകാരാണ്. സത്യമായിട്ട് പറയാം. അങ്ങനെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ കാണിട്ടുണ്ട്. പ്രവചനത്തെ കളിയാക്കുക, വെളിപ്പാടിനെ കളിയാക്കുക, രോഗശാന്തിയെ കളിയാക്കുക. അതുകൊണ്ട് ഇറങ്ങിയ പുള്ളികളുണ്ട്, അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ദൈവങ്ങളെ ഏതിനെതിരെ പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധമായി പറയാൻ പാടുള്ളൂ, വിവരമാണ്. അത് നീ പറഞ്ഞ തലമുറയാണ്. പെന്തിക്കോസ്തിലായി 100 വർഷം വളർന്നത് എന്താ വെച്ചാ അഭിഷേകം കൊണ്ടാ. ആണോ? ആണെങ്കിൽ സ്വതം പറ. പൊട്ടന്മാരായ അപ്പച്ചന്മാരെ അമ്മച്ചന്മാര് പ്രാർത്ഥന കൊണ്ട് തിരിച്ചു പിടിച്ചതാ പെന്തിക്കോസ്ത്. പ്രവചനം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? അതൊരു ശക്തിയാണ്. ഞാൻ എന്റെ വാലില്ല തലയാക്കം നിന്റെ മക്കൾ അമേരിക്ക വന്ന് പറഞ്ഞ പ്രവചനത്തിന് കാര്യമില്ല. ഞാൻ പറഞ്ഞത് പാപബോധം ഉണ്ടാക്കുന്ന പ്രവചനങ്ങളാണ് പറഞ്ഞുണ്ടായിരുന്നത്. കേട്ടോ, വിദേശത്ത് വരുന്ന കാര്യമല്ല പ്രവചനം. നിനക്ക് എന്ത് വേണമെന്ന് ദൈവത്തിന് ദൈവം തരും. നീ എന്ത് പറയാൻ ഓടണ്ട. വിളിച്ച ദൈവമാണെങ്കിൽ ദൈവം ബാക്കിയാണ് ദൈവം തരും. ഞാൻ പൗരസ്യന്റെ കൂട്ടുകാരുടെ പാത്രം തരും ശുശ്രൂഷകളുണ്ടായി. ഞാൻ പഠിപ്പിക്കുന്ന അപ്പോസ്തലനെ കൊടുത്തില്ല. അപ്പോസ്തലനെ പഠിപ്പിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രവചനവും കൃപാവര ശുശ്രൂഷകളും നമ്മളെ വാർത്താനല്ല, നമ്മുടെ പിള്ളേരെ വാർത്താനല്ല, നമ്മുടെ സഭ വാർത്താനല്ല. അത് മുഴുവൻ ആത്മാക്കളെ നാടാനാ. എന്നുവെച്ചാ ശബരിയിൽ ഉള്ളതെന്നോണ്ടിരിക്കുമ്പോ ദൈവം പറയുന്ന ഫിലിപ്പസോട് നീ ഗസയ്ക്ക് പോകാം. അവിടെ ചെന്നപ്പോ സണ്ണം വരുന്നു, അവനെ മുക്കുന്നു. 10 പൈസ സണ്ണയിൽ നൽകാൻ പറ്റില്ല. സാധനം കഴിയുമ്പോ അവനെ ആത്മാവർത്തോളം പോയി.
പൈസ കിട്ടുന്നില്ലായിരുന്നു. ഒന്നും ദൈവം സമ്മതിച്ചില്ല. അവന് 4 പെൺപിള്ളേരാ വിട്ടു നിൽക്കുന്നത് പറഞ്ഞത്. പക്ഷെ ആ പെൺപിള്ളേർ 4 പേരും പ്രവചിക്കുന്ന പെൺപിള്ളേരാ. അവരെ കാര്യം ഫിലിപ്പോസ് നീ നോക്കണ്ട, ആ ദൈവം നോക്കിക്കോളും. നിന്റെ പിള്ളേരെ ദൈവം തന്നാണെങ്കിൽ അവരെ കാര്യം നോക്കാൻ ദൈവം ശക്തനല്ലേ. നീ എന്തിനാ കൈ കാണിട്ട് അടിക്കുന്നത്? അങ്ങനെയല്ല. സ്വതം പറ, ഒരു കൈയടിച്ച സ്വതം പറഞ്ഞേ. പോലെ ശക്തിയോടെ എഴുതാൻ ശ്രമിച്ചേ. ഇത് മാറ്റിയുള്ള യേശുവിന്റെ നാമത്തിൽ ആ കൃപയൊന്നും വ്യാപരിക്കട്ടെ, ദൈവശക്തിയൊന്നും വ്യാപരിക്കട്ടെ, അഭിഷേകമൊന്നും വ്യാപരിക്കട്ടെ. സ്വതം ധരിച്ച് പരിശുദ്ധന്മാരെതിരായിട്ടുള്ള ഒരു ന്യൂസും ആരിട്ടാലും ഷെയർ ചെയ്യരുത്. ചെയ്താൽ നീ ബന്ധിക്കപ്പെടും. ഉറപ്പാ. അങ്ങനെ കണ്ടിട്ടുണ്ട്. കട്ടപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധന്മാരുടെ ഫലങ്ങൾക്കെതിരെ നീ പറയാൻ പോകരുത്. നമ്മുടെ റോഡിൽ കൂടെ നമ്മൾ ഒത്തിരി വണ്ടി ഇടിച്ചു കിടക്കണം. ഇടിച്ചു കിടക്കുന്ന വണ്ടിയുടെ കണക്കെടുക്കാനല്ല ഞാൻ വിളിച്ചത്. നേരെ വന്ന് വണ്ടിയെ പോകാനാണ്. ഇടിച്ചത് അവർ നന്നാക്കി പോയി. നീ നേരെ അങ്ങ് പോയാൽ മതി. രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന വല്ല വേസ്റ്റ് വരെ വന്നിട്ടുണ്ടോ? ട്രാഷിലുള്ള വേസ്റ്റുകൾ രാവിലെ വന്ന് കയറുന്നത് അത്രയും. പക്ഷെ ചെയ്തിരിക്കുക അത് വായിച്ചിട്ട് രസിക്കുകയും ഉടനെ ഇഷ്ടപ്പെടുകയും സെൻഡ് ചെയ്യുകയും ഒരിക്കലും ചെയ്യാതെ. ഒരു സമാനം ചെയ്തെന്ന് പറഞ്ഞു കേട്ടു. അയൽക്കത്തെ അച്ഛനെ ചെയ്ത് വിളിക്കാനായിട്ട് വിളിക്കും ഭയങ്കര മടി. അതിന് അദ്ദേഹത്തെ വാട്സാപ്പിൽ കൂടെ റെക്കോർഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്തു. അച്ഛാ സംഭവം എളുപ്പം കേട്ടോളൂ. എന്തോ വാട്സാപ്പിൽ കൂടെ ചെയ്ത് വിളിച്ചിട്ട് അങ്ങോട്ട് ഇടുക. ഞാനൊരു കാര്യം പറയാം. കളിക്കൽ ദൈവസന്നിധി കളിച്ചോളൊന്നും അച്ഛൻ രക്ഷപ്പെട്ടിട്ടില്ല. ഇത് ലൈവാണ് ഞാൻ പറയുന്നതല്ലേ, ഞാൻ പറയാനില്ല. എൻ്റെ 60 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവസഭയെ കളിച്ചോരാരും രക്ഷപ്പെട്ടിട്ടില്ല. SFIയിലോ KSCയിലോ കോൺഗ്രസിലോ ചെയ്ത് കളിച്ചു, പിന്നെ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ ആയുസ് രക്ഷപ്പെടത്തില്ല. തലമുറക്ക് കെട്ടിവെപ്പുണ്ടാക്കിയിട്ട് നീ പോകരുത്. അത് നിന്റെ വിഷയമല്ല. അങ്ങോട്ട് വിട്ടേ ദൈവം നോക്കുള്ളൂ. ദൈവം ക്ഷമിച്ചാൽ ക്ഷമിക്കാത്ത ബന്ധുക്കോസുകാരൻ. ദൈവം ക്ഷമിച്ചാൽ ചെയ്തില്ല. കോശിക്കൽക്കലെ കളഞ്ഞ നമ്മളെന്താ പറഞ്ഞത്? പാവം കണക്ക് പറഞ്ഞേ എപ്പോഴും എന്താ പറഞ്ഞത്? നീ പറ. ഒരാളെ ചെയ്ത് യേശുവിനോട് അവിടെ പോയി പ്രതീക്ഷിപ്പിച്ചു. അവളിപ്പോഴും എന്താ പറഞ്ഞത്? കണ്ടെന്നാ പറയുന്നത്. ക്രൂശിക്കലിനെ കണ്ടെന്നാ പറയുന്നത്. ഇനി അത് പറഞ്ഞ ശരിയാണോ ഞാൻ ചോദിക്കുന്നത്? അവൻ രക്ഷപ്പെട്ടു. അവൻ പ്രതീക്ഷ പോയി. ഇതാ നമ്മുടെ സ്വഭാവം. ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ ചെയ്തില്ല, ക്ഷമിക്കത്തില്ല. അപ്പൊ ഈ ദാവീദിന്റെ ഭാര്യ മീകള് പ്രശ്നമുണ്ടാക്കി. ആ യഹോവയുടെ ഭക്തി എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതാ വിഷയം. അവർക്ക് കുറ്റം മനസ്സിലാകുന്നില്ല. എന്തിനാ തുള്ളുന്നത്, എന്തിനാ ചാടുന്നത്, പരിപാടി അവർക്ക് അറിയത്തില്ല. അവരുടെ അപ്പന ശൗല്. ശൗലെന്താ പരിപാടി? റോഡിൽ കിടന്ന് ആത്മാവിലായ പുള്ളിയാണ് ഈ ശൗല്. 2ാം തവണ വന്നപ്പോൾ മോക്ക് എന്താണ് എന്നാ കാര്യം? ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിച്ചു. ഞാൻ 10 കിട്ടുന്നുണ്ട്. പഴയൊന്നും അപ്പന്മാരെ കാലത്ത് ആരാധിച്ചു. ഇപ്പൊ ആരാധിക്കുന്ന കാര്യം എല്ലാവരും മൗനമായി പോയോ? ഇല്ല. അവരെ കേട്ടാലും കേൾക്കാഞ്ഞാലും ഇനി അവരോട് എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവൻ പാപത്തിൽ വീഴും. ആരാ? നെഗറ്റീവ് പറഞ്ഞത് എന്താ? ദാവീദ് രാജാവ് പാപത്തിൽ വീഴും. ഒരു ദുർബല നിമിഷത്തിൽ ഒരു പാപത്തിന് 3 പാപം ചെയ്തു. എന്തൊക്കെ ചെയ്തു? 1 വഞ്ചിച്ചു, 2 കൊലപാതകം ചെയ്തു, 3 വ്യഭിചാരം ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സഭയിൽ 3 തെറ്റ് ചെയ്ത് നമ്മൾ വെച്ചു പോകും. സ്തോത്രം. പക്ഷേ ശ്രദ്ധിച്ചു കേട്ടോ. ഇതാ ശ്രദ്ധിച്ചു കേട്ടത്. ഇത്രയും തെറ്റുകൾ വന്നെങ്കിലും ദാവീദ് തിരിച്ചു പിടിച്ചു. 51 സങ്കീർത്തനം എഴുതിയ തിരിച്ചു പിടിച്ചു. ദൈവമേ എൻ്റെ ലംഘനങ്ങളെ വായിക്കണമേ, എന്നെ നന്നായി കഴുകി എന്നെ എന്ത് ചെയ്യണം? വെടിപ്പാക്കണമേ. ഈശോപ്പോൾ നീ എന്നെ എന്ത് ചെയ്യണം? കഴുകണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എന്ത് ചെയ്യല്ലേ? വായിച്ച് കളയരുതേ. അച്ഛാ
ഈ സങ്കീർത്തനം മുഴുവൻ ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ഈ 1 തൊട്ടുള്ള 150 സങ്കീർത്തനം നമുക്ക് എഴുതി കിട്ടിയതിനകത്ത് ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം പാട്ടുണ്ടാക്കാൻ വേണ്ടി പാട്ടുണ്ടാക്കുന്നില്ല. ചില പാട്ടുണ്ടാക്കും സിയോഗി തമ്മിൽ വെച്ചിട്ട് ഓരോ പാട്ടിന്റെ ഓരോ വരി എടുത്ത് പാട്ടുണ്ടാക്കും, മനസ്സിലായോ? പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കിയതല്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ്? ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അറിയാതെ പാടിപ്പോയത്. ആ പാടിയതെല്ലാം പ്രാർത്ഥനയായിരുന്നു. ഞാൻ 36 എല്ലാ കാലത്തും പ്രാർത്ഥന എപ്പോഴും കാലിലേക്കും അല്ലേ, എല്ലാം പ്രാർത്ഥന പാട്ടുമാണ്. ഇത്രയും തെറ്റും കുറ്റം ചെയ്ത സാധാരണക്കാരനായ ദാവീദ് തന്റെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു. എങ്ങനെയാച്ചാ പറഞ്ഞു? പ്രാർത്ഥന കൊണ്ട്. അതെന്റെ വിഷയം. സാധാരണക്കാരനായ ദാവീദിനെ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്തു? അസാധാരണ ദൈവം തിരിച്ചു പിടിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ പ്രാർത്ഥന ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കാര്യം പിടിച്ച സ്തോത്രം പറഞ്ഞാണ്. ദൈവത്തിന് ബോധിച്ച മനുഷ്യന്റെ പദവിയിലേക്ക് അവൻ തിരിച്ചു വന്നു. ദാവീദിന്റെ സന്തതിയായിട്ടാണ് ആര് ജനിച്ചിരിക്കുന്നത്? കൊലപാതകവും വ്യഭിചാരവും ചെയ്ത ഈ ദാവീദിന്റെ സന്തതിയായിട്ടാണ് യേശു ജനിച്ചിരിക്കുന്നത്. നമ്മളെ സമ്മതിക്കുക വെച്ചാൽ നമ്മുടെ ഇടയിലെ വലിയ പക്ഷത്തറിയാ മുൻവിധിയാണ്. ഒരാളെ പറ്റി ഒരു കാര്യം മനസ്സിൽ കിട്ടിയാൽ പിന്നെ ആയുസ് മറക്കത്തില്ല. നമ്മളെ അവർക്ക് കൈ കൊടുക്കത്തില്ല, മിണ്ടത്തില്ല. ദൈവം ക്ഷമിച്ചാൽ നമ്മളെ ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. ഞാൻ നിർത്താൻ പോ, സമയം തീരുകയില്ല. അമ്മയെ ക്ഷമിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, ആരെ കുറിച്ചും നീ ഒരു മുൻവിധി മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ കേട്ടോ. നീ 10 പേരെ മുൻവിധി നീ മനസ്സിൽ വെച്ചാൽ നിന്നെ കുറിച്ചുള്ള 10 മുൻവിധി അവരെ മനസ്സിൽ കയറും. ക്ഷമിക്കാനും സഹിക്കാനുള്ള മാനസികത ഉണ്ടായിരിക്കണം. ആരുടെ ബാഡ് റിമാർക്സുകൾ പരസ്യപ്പെടുത്താൻ നീ ശ്രമിക്കരുത്. ഏതെങ്കിലും വീട്ടിൽ ഒരു ദുഃഖ സംഭവം ഉണ്ടായാൽ നീ കൈകൊട്ടിച്ചിരിക്കരുത്. അത് നിന്റെ വീട്ടിൽ വരാൻ അധികം സമയം വേണ്ട, തിരിച്ചറിഞ്ഞോണം. ആർക്കൊരു അസുഖം വന്നാൽ വന്നത് ഇന്നത്തോളം നീ ഒരു വാഗോണ്ട് പറയല്ലേ. നിന്റെ വീട്ടിൽ വരാൻ അധികം നേരം വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ തന്നെ ബാധ പിടിച്ച് മേടിക്കരുത്. ഇത് കുഞ്ഞുങ്ങളെല്ലാം തമാശല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. പല പാപങ്ങൾ ചെയ്ത് ലക്ഷ്യമുള്ള ദാവീദ്, സാധാരണക്കാരായ ദാവീദ് ജീവിതത്തെ തിരിച്ചു പിടിച്ചു. അവൻ തിരിച്ചു പിടിച്ചു. അവന്റെ മകനായ ശലോമോൻ അവനെ അനുഗ്രഹിച്ചു. അവന്റെ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ മകനായ ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതു. ആ ദാവീദിന്റെ തലമുറയിൽ കൂടെ യേശു ജനിച്ചു. യേശുവിൽ കൂടെ നമുക്ക് ജനിക്കാൻ ഭാഗ്യം ദൈവം നമുക്ക് തന്നു. കൈകൾ തുറന്ന സ്തോത്രം പറ. സാധാരണക്കാരായ നിന്നെ അസാധാരണമായി ഉപയോഗിക്കാൻ എന്റെ ദൈവത്തിന് ഇന്നുമാക്കുന്ന പദ്ധതി കൊണ്ട് തിരിച്ചറിയുന്ന നിയമങ്ങൾ കരങ്ങൾ അടിച്ച് സ്തോത്രം പറ. ഇന്ന് ബാക്കി ഞാൻ രാത്രി പറയും. രാത്രി പറയാൻ തീരത്തില്ല, ഒരാഴ്ച പറയാൻ തീരത്തില്ല. കാരണം അങ്ങനെ വിഷയം കിടക്കുന്നത്. ഞാൻ പൗരുഷയുടെ ഭാഷയിൽ അല്പം സംസാരിച്ചത്. പക്ഷേ ഈ ദൂത് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ബാക്കി കുറച്ച് വൈകിട്ട് പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇനി പരിശ്രമിച്ചോളൂ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അത് നിങ്ങളെ വേട്ടയാടരുത്. അതിനകത്ത് നിങ്ങൾ ഒതുങ്ങിപ്പോകരുത്. തെറ്റ് വരാത്ത ഒറ്റ മനുഷ്യരില്ല. യേശു മാത്രമേ ഉള്ളൂ പൂർണ്ണ പൂർണ്ണ വിശുദ്ധ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ മനസ്സിലാവുമ്പോൾ തെറ്റുകളുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്. ദാവീദ് നമ്മൾ ചെയ്തില്ലല്ലോ. ആ ദാവീദിനെ ദൈവം തിരിച്ചു പിടിച്ചെങ്കിൽ നമ്മളെ എത്ര അധികമായി തിരിച്ചു പിടിക്കും ദൈവം. പലർക്കും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആ ചെയ്തത്, ആ പറഞ്ഞത്, അത് അവള് പറഞ്ഞത്, അവൻ പറഞ്ഞത്, പാസ്റ്റർ പറഞ്ഞത്, കമ്മിറ്റിക്കാർ പറഞ്ഞത് എല്ലാം എന്നോട് പണ്ട് അവൻ പറഞ്ഞായിരുന്നു, പണ്ട് അവൾ പറഞ്ഞത് എല്ലാം ഇങ്ങനെ ചവറായിട്ട് മനസ്സിൽ കിടക്കുക. പ്രാർത്ഥിക്കാൻ വിട്ടുപെടും. ഇത് കയറി വരിക. ഇത് കയറി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവുന്നതായി. പിന്നെ കൈകരിക്കാനൊക്കത്തില്ല, സ്വന്തം പറ്റാനൊക്കത്തില്ല. കെട്ടി ബന്ധിച്ചു ഒതുക്കി. എന്നോട് പാൽമ പറഞ്ഞ് ജനത്തോട് പറയണം, അതിനകത്ത് റിലീവ് ആകണം. മനസ്സിലായോ? കർത്താവ് ആൾക്കാർ ശക്തമായി ദൂത് പറയുകയാണ്. ഇതുവരെ ലെവലിലല്ല ദൈവം നടത്താറുള്ളത്. ഒരു പ്രത്യേക ആവശ്യം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ കെട്ടിവെച്ചിട്ടുണ്ട് ചിലർക്ക്. ഇന്ന് പറഞ്ഞ് കെട്ടഴിക്കണം. ആരുടെ വാക്ക് കെട്ടി ഒതുങ്ങിപ്പോയല്ലേ.
നിന്നെ വിളിച്ചത് മനുഷ്യരല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്. ആഹാബിന്റെ ജനത്തിന് ഓടുന്ന ഏലിയാവിനെ പോലെ നിന്നെ കൊണ്ട് ചിലത് ദൈവത്തിനെ ചെയ്യിക്കാനുണ്ടെന്ന് പരിശുദ്ധമായ മക്കളെ വ്യക്തമായി ദൂതായി സംസാരിക്കുക. കാരണം ചോദിക്കാൻ സോദരമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ പറയുകയാണ്. ശ്രദ്ധിച്ചോളണം. മോശയുടെ ജീവിതത്തിൽ കുറവുണ്ടായിരുന്നു, ദാവീദിന്റെ ജീവിതത്തില് കുറവുണ്ട്. ഇനി ബാക്കി വരുന്നുണ്ട്. പത്രോസൊക്കെ പറയാൻ വരുന്നേ ഉള്ളൂ. ബാക്കിയുള്ള വീരന്മാരെ പേര് ഞാൻ പറയാൻ പോകും വൈകിട്ട്. ആമേൻ. ചരിത്രത്തിൽ എനിക്ക് കുറച്ച് പറയാനുണ്ട്. ചരിത്രത്തിലുള്ള അത് വൈകിട്ട് കൂടുതൽ സമയം തന്നെ ഒരു 1.5 മണിക്കൂർ കിട്ടിയാല് നമുക്കൊരു പലതിനോട് എത്തിക്കാം. നാളെ വേറെ ദിവസന്മാരാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തീർത്താലേ ഈ മെസ്സേജ് കുറച്ച് കൊണ്ട് അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചോട്ടെ. ഇതിനകത്ത് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വന്ന മൈനസുകൾ നമ്മളെ വേട്ടയാടി നമ്മുടെ അഭിഷേകത്തെ ഒതുക്കരുത്, ശുശ്രൂഷകളെ ഒതുക്കരുത്, നിന്റെ അന്യഭാഷകളെ ഒതുക്കരുത്. നിങ്ങൾക്കെല്ലാം കൃപാവങ്ങൾ തന്നിട്ടുണ്ട്. വരങ്ങളുമുണ്ട്, ചാലങ്ങളുമുണ്ട്. അതൊക്കെ വലിയ വിഷയമാണ്. അതൊക്കെ പറയാൻ പറയുകയോ തീരത്തില്ല. ആമേൻ. ഞാൻ നിങ്ങളുടെ ദൂതി ഞാൻ പറയാണ്. ഞാൻ പറയുമ്പോൾ എന്നോട് പിഴങ്ങുകയും ചെയ്യരുത്. ഈ യോഗം, ഈ നടക്കുന്ന ഈ യോഗം ഒരാഴ്ച ഇതുപോലെ നടക്കും. ഇത് പ്രാർത്ഥന എനിക്ക് കിട്ടിയൊരു വെളിപ്പാട് പറയാണ്. ഈ യോഗം ഈ പ്രാർത്ഥന ഒരു വീക്ക് ഫുള്ള് നടത്തും. പിള്ളേർക്ക് വേണ്ടി വേറെ 2 ദിവസം നമ്മൾ വേറെ സ്പെഷ്യൽ യോഗം. ഇതിന്റെ കണ്ടിന്യൂഷനായി അടുത്തൊരു വീക്കെൻഡ് വെള്ളിയോ ശനിയോ. ഇത് ശനിയാഴ്ച വരെ ഈ ലെവലിൽ പോയാൽ ഒരു വലിയ കത്തറുണ്ട്. സ്വന്തം പറഞ്ഞാണ് അതിനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. ദൈവിച്ച നിങ്ങളെല്ലാം ഇതിന് ഭാഗമാണ്. അദ്ദേഹത്തെ മുമ്പ് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമുക്കൊരു ഉണർവ് കത്തിക്കണേ ഉള്ളൂ. അപ്പൊ ഇത് ശനിയാഴ്ച വരെ അങ്ങോട്ട് ആളി കത്തുമ്പോൾ ഇത് പിള്ളേരെ അവരുടെ ലെവല് വേറെ, നമ്മുടെ ലെവല് വേറെ. അത് ആ ലെവലിൽ തന്നെ കത്തിക്കണം. കാരണം നമ്മുടെ പിള്ളേരെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഒന്നും കൈവിട്ടു പോകാൻ പാടില്ല. അവരെ ലാംഗ്വേജിൽ അവർ ചെയ്യട്ടെ, അവർക്ക് ഫ്രീഡം കൊടുക്കണം, നമ്മളെ സാമ്പത്തികമായി സഹായിക്കണം, അവരെ പുഷ് ചെയ്യണം, അവരെ നടത്തിക്കണം. അത് 2 ദിവസം ഒരു വെള്ളി ശനി നമ്മൾ ആ കറക്റ്റായിട്ട് ചെയ്യണം. പക്ഷെ ഈ ഒരാഴ്ച മുഴുവൻ ഇവിടെ നടക്കുന്ന പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരു വലിയ കെട്ട് കർത്താവ് പൊട്ടിക്കും. വിശ്വസിക്കാനെ പറ്റിയ സ്വാതന്ത്ര്യത്തെ ഒരു വലിയ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആരാധിക്കാൻ പോകുന്നതിന് ഒരു കാര്യം പറഞ്ഞു നിർത്തിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബ ജീവിതത്തിലോ വ്യക്തിപരമായോ പിള്ളേരുമായോ സഭയുമായിട്ടോ അയൽവക്കക്കാരുമായിട്ടോ ഏതൊരു ലെവലിൽ എന്തൊരു വിഷയം വന്നിട്ട് അത് ഇന്നും കൈപ്പായിട്ട് മനസ്സിൽ കിടക്കുകയും അത് പ്രാർത്ഥിക്കാൻ അതിന്റെ മനസ്സിൽ വന്നിട്ട് നിനക്ക് സ്തോത്രം പറയാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, കൈയടിക്കാൻ കഴിയാതെ, നിന്റെ കാലുകളെ കെട്ടി, കൈകളെ കെട്ടി, ബുദ്ധിയെ കെട്ടി, ശരീരത്തെ കെട്ടി, ആന്തരിക അവയവങ്ങളെ വരെ കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു കെട്ടുണ്ട്. ആ കെട്ട ഇത് നീ അഴിക്കണം, ക്ഷമിച്ചിട്ട് അഴിക്കണം. മനസ്സിലായോ? 2 മിനിറ്റ് എടുത്തിട്ട് നിർത്താമേ. പൗരുഷം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതിൽ പറഞ്ഞിട്ട് നമുക്ക് 2 മിനിറ്റ് ആരാധന നിർത്താം. ക്ഷമിക്കണം. ഒരു പെൺകുട്ടി അവിടെ ദേഹം ഒരു സോറിയാസിസ് വന്നു. സോറിയാസിസിനോട് ദേഹം ഒരു പൊട്ടി അഴിയുന്ന രോഗം. അപ്പൊ ഡോക്ടർ മരുന്ന് കൊടുത്തു. പക്ഷെ കൂടി അങ്ങനെ കുറയുന്നില്ല. ഡോക്ടർ ഒരു ആത്മീയനായിരുന്നു, പ്രാർത്ഥന വിഷയം. ഡോക്ടർ ഈ കൊച്ചിനോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നം പറഞ്ഞു, ഇത് പുറത്തെ തൊലിയുടെ പ്രശ്നമല്ല, അകത്തുനിന്നുള്ള പ്രശ്നമാണ്. അപ്പൊ അവരോട് ചോദിച്ചു, ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ആരുടെങ്കിലും ക്ഷമിക്കാൻ നോക്കാത്ത പകയോ പടക്കമോ നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അറിയാവുന്നില്ലല്ലോ. ആ ഡോക്ടർ എങ്ങനെയല്ലോ ഉണ്ടല്ലോ. ഡോക്ടർ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് എങ്ങനെ അറിയാം? അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പൊ ഡോക്ടർ അവള് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ ചോദിച്ചു, അത് എന്റെ ചേട്ടത്തിൽ വേണ്ട. അതെന്നാ? ഞാൻ ചേട്ടത്തിൽ 2 പേരായിരുന്നു. ഞാൻ അപ്പനും അമ്മയും വീതം വെച്ചപ്പോൾ നല്ല സ്ഥലയിൽ അവർക്ക് കൊടുത്തു. പിന്നെ പൊട്ടക്കാലല്ലേ എനിക്ക്. അവർ 2 പേര് മരിച്ചുപോയി. അപ്പം അന്ന് തൊട്ട് അവളോട് എനിക്ക് പകയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴെല്ലാം പകയാണ്. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ആ പക കൂടി ഞാൻ അസ്വസ്ഥയായി, ടെൻഷനായി, ഡിപ്രഷനായി, ശരീരം തളർന്ന അവസ്ഥയായി.
അത് കൂടി വന്നപ്പോഴാണ് ഈ സോറിയാസിസ് എന്ന സ്റ്റെം ഡിസീസ് വന്നിരിക്കുന്നത്. ഓർത്തോളം, എല്ലാ രോഗത്തിന്റെയും ആരംഭം മാനസികമാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ആമേ. മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. മനസ്സൊക്കെ ആണെങ്കിൽ കുറച്ച് പിടിച്ചു വെച്ചാൻ പറ്റും. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ഈ രോഗം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറാണ്. അയാളെ ഈ മോളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ആമയെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, നീ വീട്ടിൽ പോയി നിന്റെ സിസ്റ്ററെ പോയി കണ്ട് സംസാരിച്ചിട്ട് ക്ഷമ വയ്ക്കാൻ പറഞ്ഞു. ക്ഷമ വഹിച്ചു, തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സോറിയാസിസ് സൗഖ്യമായി. കൈവച്ച് സ്വാഗതം പറയാമോ? സമയം പോലെ ഞാൻ പറയാണ്, ബാക്കി രാത്രി പറയാം. പുറമേയുള്ള ശാരീരിക സൗഖ്യം വേണമെങ്കിൽ ആന്തരിക സൗഖ്യം ഉണ്ടാകണം. ഇന്നർ ഹീലിംഗ് എന്ന് പറയും. ന്യൂജനക്കാരൊക്കെ വേറെ ഭാഷയൊക്കെ പറയുന്നത് സാമൂഹിക, അതല്ല ഇത് വേറെ സംഭവം. നിനക്ക് ആന്തരികമായ സൗഖ്യം ഉണ്ടായാൽ പുറമെ സൗഖ്യം ഉണ്ടാകും. അതിന് സംസാരത്തിനകത്തുണ്ടാകും, നിന്റെ ഇടപാടുകളുണ്ടാകും, നിന്റെ പേരക്കകത്ത് വെളിപ്പെട്ട് വരും. ഒരു ദൂരം പറയുകയാണ്, പല കുടുംബങ്ങളിലും കുട്ടിപ്പിശാചുകൾ തൂങ്ങിക്കിടക്കുക. നെഗറ്റീവ് വെച്ചാൽ നെഗറ്റീവാ, സംസാരത്തിൽ നെഗറ്റീവായി ദുഷ്ടനെ കെട്ടിവെച്ചിരിക്കുക. ഇന്നത്തെ ആരാധന യേശുവിന്റെ നാമത്തിൽ കെട്ടുപൊട്ടിക്കാൻ പറയുക. ഇപ്പൊ കെട്ടുപൊട്ടുന്ന ശുശ്രൂഷയല്ലേ ഇത്? നീ അകത്തുനിന്ന് നീ ചെയ്യുന്ന നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യും. രക്തം ചെയ്യും. മനസ്സിലായോ? കാണുന്ന ചില കുടുംബങ്ങൾക്ക് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുകയാണ്. കൈകൾക്ക് സ്വന്തം പോലെ കൈകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കാമോ? പ്ലീസ്, പറയുന്നതനുസരിക്കാമോ? നിങ്ങളുടെ ബാഗ് ഒക്കെ അവിടെ വെച്ചിട്ട് ഒന്നാളത് മുമ്പോട്ട് വരാമോ? പ്ലീസ്, എല്ലാവരും മുന്നാണ്. പെട്ടെന്ന് 5 മിനിറ്റ് പാട്ടുകാരും വന്നാട്ടെ. അമേൻ അമേൻ അമേൻ. എല്ലാവരും വന്നേ, സിസ്റ്റേഴ്സ് എല്ലാം വന്നേ. നടന്ന് വരാൻ കഴിഞ്ഞതെല്ലാം ഒന്ന് വന്നേ. നിങ്ങൾക്കൊരു പ്രത്യേകം മുമ്പോട്ടില്ലേ? പാസ്റ്റർ എല്ലാവരും മുമ്പോട്ട് സ്വയംവരെല്ലാം വന്നാട്ടെ. നടക്കാൻ കഴിഞ്ഞവരെല്ലാം നടന്ന് വരണം. ഒരു 5-10 മിനിറ്റ് നമുക്ക് നിർത്താം. അത് കഴിഞ്ഞ പ്രാർത്ഥനത്തോടെ മുമ്പോട്ട് വരികയുള്ളൂ. ഒരു വിടുതൽ, ഒരു ആന്തരിക ചെയ്തിട്ടുണ്ട്, ഒരു ആന്തരിക സൗഖ്യം ഇതിനാണ് പോവുകയാണ്. മുമ്പോട്ട് വരിക. ഒരു ആന്തരിക സൗഖ്യം ഇതിനാണ് പോവുകയാണ്. മുമ്പോട്ട് നമ്മുടെ നാട്ടിലെ രീതിയൊക്കെ വേണ്ടല്ലോ. അമേരിക്കയിലായിട്ട് രീതിക്കൊന്നും മാറ്റമൊന്നുമില്ല, എല്ലാം ഒരുമല്ല. സ്വയംവല്ല മുമ്പോട്ട് യേശുവിന്റെ നാമത്തിൽ ചേർന്നിരിക്കുക. ശ്രദ്ധിച്ച്, മറക്കാനൊക്കാത്ത, ക്ഷമിക്കാനൊക്കാത്ത എന്തെങ്കിലും പോരാട്ടങ്ങളുണ്ടെങ്കിൽ, മനസ്സിൽ മുറിവേറ്റ് കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് കർത്താവേ ഞാൻ ക്ഷമിച്ചേക്കാം, മുൻവിധികൾ എൻ്റെ അകത്തുനിന്ന് ഞാൻ മാറ്റിക്കളഞ്ഞേക്കാം, എനിക്കൊരു വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, അത് ശരീരത്തിലും തലമുറയിലും കുടുംബജീവിതത്തിലും ഇന്നുവരെ വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവിനോട് പറയുന്നു. യെസ്, എല്ലാവരും കണ്ണടച്ചു. ആര് കണ്ടതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചെയ്യും. ആര് കണ്ടതുകൊണ്ടല്ലേ? കണ്ണടച്ചിട്ട് 2 കരവും ഭാഗ്യം ഉയർത്തിപ്പിടിച്ച് അല്പസമയം സ്തോത്രം പറഞ്ഞോട്ടെ. സ്തോത്രം മാത്രമേ പറയാം. ശബ്ദം ഉയർത്തി പറയാം. ശബ്ദം ഉയർത്തി ഉറക്കെ സ്തോത്രം പറഞ്ഞു. ശബ്ദം കേൾക്കുന്നില്ല. സ്തോത്രം വായ തുറന്ന് സ്തോത്രം പറയാം. പെയ്യ പറയല്ലേ, കേൾക്കത്തക്കുള്ള സ്തോത്രത്തിന് വലിയ ശക്തി. അതൊരു ബോംബാണ്.
അത് ബോംബ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് കൂടെ കയറി പോകുന്ന പോലെ ഉള്ളൊരു ബോംബാണത്. സ്വതന്ത്രമായി നിർത്തല്ലേ, രണ്ടോ മൂന്നോ സ്വതന്ത്രമായി നിർത്തരുത്. ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞേ, ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞേ. ഓ സ്തോത്ര 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 സ്തോത്രം തന്നെ പറ, സ്തോത്രം തന്നെ പറ, സ്തോത്രം തന്നെ പറ. സ്തോത്ര 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 സ്തോത്രം സ്തോത്ര 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 സ്തോത്രം സ്തോത്ര 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 സ്തോത്രം. പറയുന്നു ജീവിതത്തിൽ വന്ന നെഗറ്റീവ് ചില താഴ്ചകൾ, പാപകാരണമായ ചില വിഷയങ്ങൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, അതിന് ചില വേട്ടയാടരുത്. ഡിയൽ കൂടി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളും സാത്താൻ TV കാണിക്കുന്ന പോലെ കാണിച്ചു. മൂടി കെട്ടിപ്പോയി അവൻ പോലും മറന്ന പാപങ്ങളാണ് സാത്താൻ കാണിക്കുന്നത്. സാത്താൻ ചോദിച്ചു, മുടി നീ ഇതെല്ലാം ചെയ്തതല്ലേ? മുടി പറഞ്ഞു ചെയ്തതാ. മറുപടി പറയാനും ഒക്കാത്ത നിലയിൽ സാത്താൻ കാണിച്ചുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, മുടി പറഞ്ഞു, സാത്താനെ നീ കാണിച്ചല്ലേ ശരി, നീ കാണിക്കാത്ത ചിലതുമുണ്ട്. പക്ഷെ ഒരു കാര്യം നീ അറിയാത്തത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്റെ മേൽ വീണു, എന്റെ സകല പാപവും ശുദ്ധീകരിച്ചു. ഓ റബ്ബേ, യേശുവിന്റെ നാമത്തിൽ ജയം. ഒരു ഇന്നലെ ഹീലിംഗ് രംഗം നൽകിയ, ക്ഷമിക്കാനും വഹിക്കാനും സഹിക്കാനുള്ള കൃപ ദൈവം തരിക. ആ പവർ ഇന്ന് മകൾ നീ റിസീവ് ചെയ്യണം. ആ ശക്തി നിലനിൽക്കണം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയെ പാസ്റ്ററെ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, എനിക്ക് ഇന്നൊരു ഹീലിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരം കൊടുത്ത് പിടിച്ചാണ്. I want a inner healing in my heart. എന്റെ അകത്ത് ഒരു നല്ല ഒരു ശാശ്വത സമാധാനം, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകണം. കർത്താവേ, ഞങ്ങൾ ഇന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനത്തോടെ പോകട്ടെ. എല്ലാ മെന്റൽ ടെൻഷനും മാറട്ടെ, എല്ലാ ഡിപ്രഷനും മാറട്ടെ, എല്ലാ കാലിന്റെ വേദനയും മാറട്ടെ, എല്ലാ നടുവിന്റെ കെട്ടും അറിയട്ടെ. ഓ, എല്ലാ ചെസ്റ്റിന്റെ പ്രശ്നവും മാറട്ടെ, ഉദരങ്ങൾ മാറട്ടെ, ശ്വാസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കൊറോണ എന്ന ശ്വാസ ബന്ധനങ്ങൾ, ഹാർട്ടിന്റെ ബ്ലോക്ക്, ലങ്സ് ഇൻഫെക്ഷൻ, കിഡ്നി ഫെയിലിയർ, aggressive diabetes, blood pressure, mental problem, എല്ലാ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ തലമുറയും മാറട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏലിയാവിന്റെ പദപ്പെ എലിശകൾ വിടുന്നതുപോലെ ഒരു പദത്തിന്റെ പാറക്കാതെ വീഴട്ടെ. Mighty power, mighty power, mighty power. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.